ഓരോ പുതുവത്സരങ്ങളും നമ്മളോട് പറയുന്നത് എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട പുതുവത്സരം എന്ന് പറയുന്ന ക്രിസ്താബ്ദ പ്രകാരം ഡിസംബർ 31 എന്ന് പറയുന്ന ഈ പാതിരാത്രി നമ്മളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ പുതുവത്സരത്തിന്റെ സന്ദേശം എന്തെന്ന് ചോദിച്ചാൽ, നേരത്തെ ബഹുമാന്യരായ സന്യാസി വര്യര് സൂചിപ്പിച്ചതുപോലെ നിരീശ്വരവാദത്തിന്റെയും യുക്തിവാദത്തിന്റെയും വിത്തുകൾ നമ്മുടെ കലാലയങ്ങളുടെ ഉള്ളുകളിൽ പോലും കാത്തു നിൽക്കുന്ന നമ്മുടെ യുവതയിലേക്ക് ദൈവമില്ല എന്ന് പറയാൻ ലോകം മുഴുവനും കച്ചകെട്ടിയിരിക്കുന്ന നേരത്ത് ഈ പുതുവത്സരം നമ്മോട് പറയുന്നത് ഇതിന്റെ എല്ലാം പിന്നിൽ ഒരു ദൈവമുണ്ട് എന്നാണ്. ഒരു ദൈവമെന്നല്ല, ഒരു ഈശ്വരൻ എന്നല്ല, ഒരല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിതാവായ തമ്പുരാന്റേതാണ് കാലമെന്ന് പറയാൻ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ ഈ കാലത്തെ കുറിച്ച് പറയുക മാത്രമല്ല, ആ കാലത്തിന്റെ വകഭേദങ്ങളെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ കൃത്യമായി നമ്മോട് പറഞ്ഞത്. ആ ഖുർആൻ കാലത്തെ കുറിച്ച് മാത്രമല്ല, വൽ ഫജ്രി വലയാലിൻ നശ്ർ, പ്രഭാതത്തെ തന്നെയാണ് സത്യം. ഓ വല്ലൈലി ഇദാ യഗ്ശാ, ഇരുൾ മുറ്റിയ രാത്രിയെ തന്നെയാണ് സത്യം. ഓ വന്നഹാരി ഇദാ തജല്ലാ, ഈ കത്തിച്ചൊലിക്കുന്ന പകലിനെ തന്നെയാണ് സത്യം. വല്ലുഹാ, മധ്യാഹ്ന സമയത്തെ തന്നെയാണ് സത്യം. വൽ അസ്രി, ഈ കാലത്തെ മുഴുവനും തന്നെയാണ് സത്യം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ ഈ കാലത്തിന്റെ ഋതുഭേദങ്ങളുടെ പകതിരിവുകളെ അല്ലാഹു ഇങ്ങനെ നിരന്തരമായി പറഞ്ഞത്. സഹോദരങ്ങളെ, ഈ കാലങ്ങളുടെ വ്യതിയാനത്തിന്റെ ഉള്ളിൽ, ഈ മാസങ്ങളുടെ മാറ്റപ്പറിച്ചിലുകളുടെ ഉള്ളിൽ, ഈ വർഷങ്ങളുടെ മാറ്റങ്ങളുടെ ഉള്ളിൽ, ഈ ഡിസംബർ 31 രാത്രി ഒരു 2 മണിക്കൂർ കൂടി കഴിയുമ്പോൾ ഒരു ദിവസം അവസാനിക്കുകയാണ്. എങ്ങനെയാണ് അവസാനിക്കുന്നതെന്ന് ചോദിച്ചാൽ, സഹോദരങ്ങളെ, ഡിസംബർ 31 അവസാനിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഈ ഭൂമി സൂര്യനെ അതിന്റെ അച്ചുതണ്ടിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ 365 ദിവസം കൊണ്ട് പൂർത്തിയാക്കപ്പെടുന്ന ആ ഒരു ചലനത്തിലൂടെയാണ് രാപ്പകലുകളുടെ വ്യതിയാനങ്ങൾ വരുന്നതെങ്കിൽ, സഹോദരങ്ങളെ, ഇന്ന് രാത്രി അവസാനിച്ച് നാളെ പകലിലോട്ട് കടന്നു പോകുന്നത് ഈ ഭൂമി അതിന്റെ സൂര്യനെ ഭ്രമണം ചെയ്തുകൊണ്ട് സഞ്ചാരപഥത്തിലൂടെയാണെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത് ഈ സൂര്യനെ ഇങ്ങനെ ഭൂമിയെ സൂര്യക്ക് ചുറ്റും ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നതാരാ? 365 ദിവസം കൊണ്ട് സൂര്യനെ ഭൂമി ചുറ്റി വരുമ്പോഴാണ് ഈ കാലങ്ങൾ ഇങ്ങനെ മാറിപ്പോകുന്നതെങ്കിൽ, സഹോദരങ്ങളെ, ഒരു മണിക്കൂറിൽ 1,08,000 കിലോമീറ്റർ വേഗതയിലാണ് ഭൂമി അതിനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഈ ഋതുഭേദത്തിന്റെ പുറകിലുള്ള യഥാർത്ഥ ശക്തിയെ കുറിച്ച് നമ്മൾ അറിയുമ്പോ, ഒരു മണിക്കൂറിൽ 200 കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിനിൽ കയറിയിരുന്നാൽ, വന്ദേ ഭാരതിൽ കയറിയിരുന്നിട്ട് നമ്മൾ 1 മണിക്കൂറിൽ 200 കിലോമീറ്റർ ഇല്ല, വന്ദേ ഭാരതിന് 110 ഉള്ളൂ. ഇന്ന് രാവിലെ അതിൽ യാത്ര ചെയ്തിട്ടാണ് ഞാൻ ഈ ചെങ്ങരയിലേക്ക് വന്നത്. 110 കിലോമീറ്റർ 1 മണിക്കൂർ സ്പീഡിൽ ആ ട്രെയിൻ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ, അതിന്റെ റെയിൽ പാളത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന നമ്മുടെ കാലുകൾ കിടുങ്ങുമെങ്കിൽ, നമ്മുടെ നെഞ്ച് പതറുമെങ്കിൽ, ആ ശബ്ദം നമ്മളെ പേടിപ്പെടുത്തുന്നുവെങ്കിൽ, ഇത്രമേൽ മനോഹരമായി ഈ ഭൂമി ഇങ്ങനെ 1,08,000 കിലോമീറ്റർ സ്പീഡ് 1 മണിക്കൂറിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ, സഹോദരങ്ങളെ, നമ്മുടെ കാറിൽ നമ്മുടെ സ്പീഡോമീറ്റർ 100ലേക്ക് കയറിയാൽ നമ്മുടെ വാഹനം കുലുങ്ങാൻ തുടങ്ങി, നമ്മുടെ ശരീരം ഇളകാൻ തുടങ്ങി, നമ്മൾ അവിടെ ഇരുന്ന് അസ്വസ്ഥരായി. ഇതിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുമോ? അടുത്തതിനോട് കൂട്ടിയിടിക്കുമോ? അപകടം സംഭവിക്കുമോ? ശരീരത്തിന് ജീവഹാനി സംഭവിക്കുമോ? 100 കിലോമീറ്റർ 1 മണിക്കൂർ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തെ നിർമ്മിച്ച മനുഷ്യ 1,08,000 കിലോമീറ്റർ സഞ്ചരിക്കുന്ന സ്പീഡ് ഈ ഭൂമി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? ഈ പർവ്വതങ്ങളുമായി, ഈ വടവൃക്ഷങ്ങളുമായി, അമ്പരചുംബികളായ കോട്ടകളും കൊട്ടാരങ്ങളും, കോടാനുകോടി മനുഷ്യരും വൃക്ഷങ്ങളും പർവ്വതങ്ങളും തരുക്കളും താരകങ്ങളും എന്നു വേണ്ട, ആ ഭൂമിയുടെ ഉള്ളിലുള്ള എല്ലാത്തിനെയും
എല്ലാത്തിനെയും വഹിച്ചുകൊണ്ട് 1,08,000 കിലോമീറ്റർ സ്പീഡിൽ ഈ ഭൂമി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ ആ ഭൂമിയുടെ സഞ്ചാര ഭ്രമണത്തിന്റെ പുറകിലാരാ? ഓ അശംസു തജ്രീ മുസ്തഖറില്ലഹാ ذلك تقدير العزيز العليم. സൂര്യനും ഭൂമിയും ഗോളങ്ങളും സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ അതെല്ലാം അല്ലാഹുവിന്റെ അനുഗ്രഹമാണെന്ന് ഖുർആൻ പറയവേ, യുക്തിവാദികളോട് പറയട്ടെ, അല്ലാഹു ഇല്ല എന്ന് വാദിച്ചവരോട് പറയട്ടെ, ഈ ഭൂമി സഞ്ചരിച്ച് എവിടെ എത്തുമ്പോഴാണ് ഒരു പകല് വരുന്നത്, എവിടെ നിൽക്കുമ്പോഴാണ് ഒരു രാത്രി വരുന്നത്, കൃത്യമായി നിർണ്ണയിക്കാൻ ഈ ശാസ്ത്രലോകത്തിന് കഴിഞ്ഞില്ലെന്നിരിക്കെ ഈ ഇന്ത്യ രാജ്യത്തിന്റെ ഭൂപടത്തിന്റെ താഴെ ഗോപനിചാരി വച്ചിരിക്കുന്നത് പോലെ വെച്ചിരിക്കുന്ന കേരളം എന്ന സംസ്ഥാനത്തിന്റെ ഭൂപടത്തില് പ്രബുദ്ധമായ മലപ്പുറം ജില്ലയിലെ വേങ്ങരയിലെ പ്രസിദ്ധമായ സഭാഗ് സ്ക്വയറിൽ നമ്മൾ ഈ ന്യൂ ഇയർ ആഘോഷിക്കാനിരിക്കുമ്പോ സഹോദര സഹോദരി, ഇനി നമുക്ക് പുതുവത്സരം വരാൻ 2 മണിക്കൂർ ബാക്കിയുണ്ട്. പക്ഷേ 2024 ന്യൂ ഇയർ ആദ്യമായി വന്നത് എവിടെയെന്നറിയുമോ? നമ്മുടെ കാണാപ്പാടങ്ങൾക്കപ്പുറം പസഫിക് മഹാസമുദ്രത്തിന്റെ വിശാലമായ സമുദ്രത്തിലെ ചെറിയ ദ്വീപായ കിരിബാത്തി ദ്വീപിലാണ് 2024 ആദ്യത്തെ പുതുവത്സരം ആഘോഷിച്ചത്. അലറിയടിക്കുന്ന പസഫിക് മഹാസമുദ്രത്തിന്റെ ഉള്ളിലുള്ളൊരു ചെറിയ ദ്വീപായ കിരിബാത്തി ദ്വീപിലാണ് ന്യൂ ഇയർ ആദ്യം ആഘോഷിച്ചത്. ഈ കേരളത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 3:30 പസഫിക് മഹാസമുദ്രത്തിലെ കിരിബാത്തിയിൽ 12 മണിയാണത്രേ. അത് കഴിഞ്ഞാലുടനെ ന്യൂ ഇയർ ആഘോഷിച്ചത് ന്യൂസിലാൻഡിലാണ്. സഹോദരങ്ങളെ, സഹോദരാ, ഇതിനെയൊക്കെ സംവിധാനിച്ചതാരാ? ആരാണ് ഇതിനെ സംവിധാനിച്ചത്? ഈ ലോകത്ത് നിന്ന്, ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് പറന്നുപോയ ഇമാറാത്തി പൗരനായ സുൽത്താൻ അൽ നിയാദി 100 ദിവസത്തോളം ബഹിരാകാശ ലോകത്ത് നിന്നപ്പോ ഈ ഭൂമിയിൽ ജീവിച്ച മനുഷ്യൻ ആകാശ ലോകത്തോട്ട് കടന്നു പോയപ്പോ സുൽത്താൻ അൽ നിയാദി ലോകത്തോട് പറഞ്ഞത്, ഞാൻ ഒരു ദിവസം 16 ഉദയങ്ങളും 16 അസ്തമയങ്ങളും ബഹിരാകാശ ലോകത്തിരുന്ന് കണ്ടെന്ന് പറയവേ, സഹോദര സഹോദരി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ പുതുവത്സരവും നമ്മോട് പറയുന്നത്, ഓരോ വർഷവും കൊഴിഞ്ഞു പോകുമ്പോ ഇതിന്റെ എല്ലാം മുകളിൽ ഈ സൂര്യനെ സംവിധാനിച്ച, ഈ സൂര്യന്റെ വെളിച്ചത്തിന് മുമ്പ് ഈ ചന്ദ്രന്റെ പുഞ്ചിരിയുടെ പുറക്, ഈ നക്ഷത്രങ്ങൾ കണ്ണിലും വന്നതിന്റെ പുറക്, ഈ പർവ്വതങ്ങളുടെ സ്ഥാനചലനത്തിന് പുറക്, ഈ പക്ഷികളുടെ കൂകളത്തിന്റെ പുറക്, ഈ മൃഗങ്ങളുടെ ജീവിതത്തിന്റെ പുറക്, ഈ മന്ദമാരുതന്റെ തലോടലിന്റെ പുറക്, ഈ മനുഷ്യ സമൂഹത്തിന്റെ പ്രയാണത്തിന്റെ പുറക് ഒരു വലിയ ശക്തിയുണ്ട്. ആ ശക്തിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് എല്ലാ ഋതുഭേദങ്ങളും എല്ലാ പുതുവത്സരങ്ങളും നമ്മോട് വിളിച്ചു പറയുന്നതും, മാനവാ, ഇതിനെയെല്ലാം സംവിധാനിക്കുന്ന ഒരു രക്ഷിതാവുണ്ട്. ആ രക്ഷിതാവിന്റെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ, അവൻ പറഞ്ഞു തന്ന പാണ്ഡാവിലൂടെ സഞ്ചരിക്കാൻ, അവൻ നമ്മളോട് പറഞ്ഞ നന്മകളുടെ വഴികളെ പിന്തുടരാൻ, ജീവിതത്തിന്റെ എല്ലാ നന്മകളെയും സാംശീകരിച്ചെടുക്കാൻ, നിന്റെ ഹൃദയത്തിന്റെ ചിന്തകളെ പുതുപ്പെടുപ്പിക്കാൻ, അതിനാണ് നിങ്ങളുടെ ചിന്തകളെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദര സഹോദരി, എല്ലാ പുതുവത്സരങ്ങളും ഓരോ മാസങ്ങളും ഓരോ ആഴ്ചകളും ഇതിനെയെല്ലാം സംവിധാനിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോകുന്ന ഒരു അല്ലാഹു ഉണ്ടെന്ന് നമ്മോട് പറയാനാണ്. അവൻ പറഞ്ഞതുപോലെ ജീവിക്കാനാണ്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദര സഹോദരി, ഓരോ പുതുവത്സരങ്ങളും എങ്ങനെയാവണം, ഓരോ വർഷങ്ങളും എങ്ങനെയാവണം, അല്ലാഹുവിന്റെ ഖുർആൻ നമ്മോട് പറയുന്നത്. പഴമക്കാര് പണ്ടേ പറയാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരും മാറ്റം വരുത്തുന്നവരാണ്. ഓരോ മാറ്റങ്ങളും നമ്മൾ ഓരോ അപ്ഡേറ്റുകൾ ചെയ്യുന്നവരാണ്. അറബികള് പറയാറുണ്ട്, കുല്ലു ജദീദിൻ ലദീദ്,
കുല്ലു ജദീദിൻ ലദീദ്, എല്ലാ പുതിയതും ആനന്ദകരമാണ്, എല്ലാ പുതുമയും ആനന്ദകരമാണ്. നമ്മളെല്ലാ പുതിയ വസ്ത്രം നമ്മുടെ കയ്യിലേക്ക് വരുമ്പോ ആ പുതിയ വസ്ത്രത്തെ നമ്മൾ ആനന്ദത്തോടെ ഉടുക്കുന്നത് പോലെ, പുതിയ ഒരാഭരണം നമ്മൾ കാത്തിരുന്നണിയുന്നത് പോലെ, ഒരു പുതിയ വീട്ടിലേക്ക് സന്തോഷത്തോടെ കയറുന്നത് പോലെ പുതിയതെല്ലാം ആനന്ദകരമാണ്, പുതിയതെല്ലാം ആനന്ദകരമാണ്. അതേപോലെ പുതുവർഷവും ആനന്ദമാണ്. സഹോദര, എങ്ങനെയാണ് ആനന്ദിക്കാൻ കഴിയുക? ഈ പുതുവത്സര പുലരിയിൽ ലഹരികളും കള്ളും മണ്ണും പെണ്ണുമായി ആഘോഷിക്കുന്നവർ, അവരുടെ ജീവിതത്തെ ആഘോഷിക്കുന്നവർ, എങ്ങനെയാണ് മനുഷ്യന് പുതുവത്സരം ആഘോഷിക്കാൻ കഴിയുക? കാരണം പുതിയതായിട്ട് എന്തെങ്കിലും നമുക്ക് സന്തോഷം നൽകിയാലല്ലേ അതിൽ നമുക്ക് ആനന്ദിക്കാൻ കഴിയൂ. പുതുവത്സരം ആഘോഷിക്കുന്നവരോട്, ഈ നവവത്സരത്തിൽ പാതിരാ സമയത്ത് ശരീരത്തിന്റെ ആട്ടവും പാട്ടവുമായി നമ്മുടെ ജീവിതത്തെ മാറ്റുന്നവരോട്, മനുഷ്യ, ഇത് നമുക്ക് സങ്കടപ്പെടാനുള്ള ദിവസമാണ്. കാരണം നമുക്ക് നഷ്ടപ്പെടലാണുണ്ടായത്. എന്തെങ്കിലും വില പിടിച്ചത് നഷ്ടപ്പെട്ടു പോയാൽ, എന്തെങ്കിലും നിലവിൽ പിടിച്ചത് നഷ്ടപ്പെട്ടു പോയാൽ, നമ്മൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചത് നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ, ആ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഒരു മനുഷ്യന് സന്തോഷിക്കാൻ കഴിയോ? സഹോദരാ, നമുക്ക് നഷ്ടപ്പെട്ടു പോയതേതാ? ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സാധനം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ട് നമ്മൾ തുള്ളിച്ചാടുന്നവൻ ഭ്രാന്തനല്ലേ? ഇന്നൽ ഹയാതകായികും വറവാരി, നമുക്ക് ഒരു വർഷത്തിൽ നഷ്ടപ്പെട്ടു പോയതാ ഒരു വർഷമാ. നഷ്ടപ്പെട്ടു പോയതെന്താ? നമ്മുടെ ആയുസ്സിൽ അല്ലാഹു രേഖപ്പെടുത്തിയ ഒരു വർഷം നമുക്ക് നഷ്ടപ്പെട്ടു പോയതല്ലേ? നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഏതാണ്ട് 12 മാസമാണ്, 52 ആഴ്ചകളാണ്, 365 ദിവസങ്ങളാണ്, 8760 മണിക്കൂറുകൾ, 3,05,25,600 മണിക്കൂറുകൾ, 3,15,00,000 സെക്കൻഡുകൾ. ഇത്രയും നഷ്ടപ്പെട്ടു പോയിട്ട് നമ്മൾ ഇവിടെ കിടന്ന് ആനന്ദിക്കാൻ എങ്ങനെയാ കഴിയുക? ജീവിതത്തിൽ തിരിച്ചു പിടിക്കാൻ കഴിയാത്തൊരു വർഷമല്ലേ പോയത്? സഹോദരാ, സഹോദരി, കഴിഞ്ഞ ഒരു വർഷത്തിൽ നമുക്ക് കച്ചവടത്തിന് നഷ്ടമുണ്ടായാൽ, 2023 കച്ചവടത്തിൽ നഷ്ടമുണ്ടായാൽ 2024 അത് തിരിച്ചു പിടിക്കാം. 2023 നമുക്ക് രോഗം വന്നാൽ 2024 സുഖപ്പെടുത്തിയെടുക്കാം. 2024 പലതും നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ അത് പിറ്റേ വർഷം നമുക്ക് തിരിച്ചെടുത്തുകൂടെ? ഖത്തർ ലോകകപ്പിന്റെ 2022 ഫൈനലില് കപ്പിനും ചുണ്ടിനുമിടക്ക് കപ്പ് നഷ്ടപ്പെട്ടു പോയ ഫ്രാൻസിന്, ആ ഫ്രാൻസുകാർക്ക് സങ്കടപ്പെടണ്ട. ഇനിവർക്ക് 2026 പരിശ്രമിച്ചാൽ തിരിച്ചെടുക്കാം. നമുക്ക് 2023 ഏതൊക്കെ ലൗകിക കാര്യത്തിൽ നഷ്ടം വന്നാലും അതെല്ലാം തിരിച്ചെടുക്കാൻ കഴിയില്ലേ? പക്ഷേ 2023 നഷ്ടപ്പെട്ട സമയത്ത് തിരിച്ചെടുക്കാൻ പറ്റുമോ? ഏതും കച്ചവടം നഷ്ടപ്പെട്ടു പോയ അടുത്ത 2024 പിടിക്കാം. കളിയിൽ കപ്പ് നഷ്ടപ്പെട്ടു പോയാൽ 2024 തിരിച്ചു പിടിക്കാം. പക്ഷെ നഷ്ടപ്പെട്ടു പോയ 2023 ആ ഒരു വർഷം ആയുസ്സിൽ കൊടിഞ്ഞുപോയ ഇലകൾ പോലെ താടോട്ട് പോയി, കാറ്റത്തെവിടെയോ പറന്നുപോയ ആ 2023 എങ്ങനെയാണ് നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുക? കയ്യിലിരുന്ന ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സാധനം നഷ്ടപ്പെടുത്തിയിട്ട് അതിന്റെ പേരിൽ സന്തോഷിച്ച് തുള്ളിച്ചാടുന്ന ഒരാളുകളോട് നമ്മൾ എങ്ങനെയാണ് പരിതപിക്കാനേ കഴിയൂ? അതുകൊണ്ടാണ് സബാഹ് സ്ക്വയറിൽ തടിച്ചുകൂടിയ ഈ 10,000ങ്ങളോട് നിങ്ങളെ കാണുമ്പോഴാണ് വീണ്ടും നിർത്തരുത് നിർത്തരുത് എന്ന് തോന്നുക. വീണ്ടും വീണ്ടും ആവേശത്തോടെ വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, അതുകൊണ്ട് സഹോദരങ്ങളെ നാം തീരുമാനിക്കേണ്ടത്, കഴിഞ്ഞുപോയ നഷ്ടപ്പെട്ടു പോയ ദിവസത്തെ ഓർത്ത് നമ്മൾ വല്ലാതെ സങ്കടപ്പെടുക. അല്ലാഹുവേ, കഴിഞ്ഞുപോയ വർഷത്തിൽ എനിക്ക് എത്രയുണ്ട്, ഞാനെത്ര നമസ്കാരം നിർവഹിച്ചിട്ടുണ്ട്, ഞാനെത്ര സ്വലാത്ത് കഴിഞ്ഞ ഒരു വർഷം ചൊല്ലിയിട്ടുണ്ട്, ഞാനെത്ര ദിക്റുകൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട്, ഞാനെത്ര സദഖകൾ ചെയ്തിട്ടുണ്ട്, ഞാനെത്ര നല്ല വർത്തമാനം പറഞ്ഞിട്ടുണ്ട്, നല്ല ബന്ധങ്ങളെ ഞാൻ എത്ര ഉറപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ
ആ തിരിഞ്ഞു നോക്കുന്ന ഒരു വർഷങ്ങളിൽ നമുക്ക് അവകാശപ്പെടാൻ കഴിയുന്ന ഏതെങ്കിലും നന്മകളുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, ഈ ഒരു വർഷം നമ്മുടെ ജീവിതത്തിന് ആയുസ്സിലെ ഏറ്റവും കനപ്പെട്ട സംഭാവനയാ. കാരണം ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറാ. ആരെങ്കിലും ജീവിതത്തിൽ അണുമണി തൂക്കം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മകളെ നാളെ പരലോകത്തവനെ കാണുക തന്നെ ചെയ്യും. അല്ലാഹു നമുക്ക് ഓർമ്മ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. ഒന്നാമതെ സമയമില്ലാത്തവണ പെട്ടെന്ന് 10 മണിക്ക് നിർത്തണം. ഒരു ദുആ നമുക്ക് ഏതായാലും ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് നമ്മൾ നാളെ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ആദ്യം ചെയ്യുന്ന ജോലി ഏതാ? നാളെ രാവിലെ ഇന്നിവിടെ നിന്ന് പോയി ദുആയൊക്കെ ചെയ്ത് തൗബ ചെയ്ത് അവസാനം കണ്ണീരണിഞ്ഞ് ദുആ ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് പോയി നാളെ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ നമ്മൾ ചെയ്യണ ജോലി ഏതാ? നാളെ പുതിയ വർഷത്തിൽ ആദ്യം ചെയ്യുന്ന ജോലി ഏതാ? സുബൈ അല്ലേ? നാളെ നമ്മൾ ആദ്യം ചെയ്യുന്ന ജോലി നമ്മുടെ സുബഹിയാണ്. അല്ല, നാളെ നമ്മുടെ ആദ്യത്തെ ജോലി അതേവരെ നമ്മൾ നോക്കി തൊട്ടുകിടന്ന ചുമരിലെ കലണ്ടർ എടുത്ത് വെളിയിലേക്ക് വലിച്ചെറിയും. ഇനി ഇതുകൊണ്ടൊരാവശ്യമില്ല. നാളത്തെ ആദ്യത്തെ ജോലി കലണ്ടർ എടുത്ത് ചുമരിൽ വെച്ച കലണ്ടർ എടുത്ത് വലിച്ചെറിയും. ഇനി ഇതുകൊണ്ട് ആവശ്യങ്ങളില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. ഇതേപോലെ നമ്മളെയും വലിച്ചെറിയപ്പെട്ടാൽ ഇവനെ കൊണ്ടൊരു യോഗ്യതയും ഒരു പ്രയോജനവുമില്ല എന്ന് പറഞ്ഞ് നമ്മളെയും അല്ലാഹു വലിച്ചെറിഞ്ഞാൽ, രക്ഷിതാവ് വലിച്ചെറിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താ? നാളെ നമ്മുടെ കലണ്ടർ വലിച്ചെറിയും. നാളെ നമ്മുടെ ചുമരിൽ പുതിയ കലണ്ടർ തൂങ്ങും. ആ കലണ്ടർ ഹംദാന്റെ കലണ്ടർ ആവട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷത്തെ ഹംദാന്റെ കലണ്ടർ പ്രകാശനം ഞാൻ പെട്ടത് ചെയ്തോളി. നമ്മുടെ ബഹുമാനനായ നമുക്കിതിന് ആതിഥേയത്വം വഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട സബാഹ് അദ്ദേഹം നമ്മുടെ ഹംദാൻ ഫൗണ്ടേഷന്റെ കലണ്ടർ പ്രകാശനം ചെയ്യുകയാണ്. ഹംദാൻ ഫൗണ്ടേഷന്റെ കേരളത്തിന്റെ മതവൈജ്ഞാനിക കർമ്മമണ്ഡലത്തിൽ വിപ്ലവാത്മക പുരോഗമനത്തിന് വഴിയൊരുക്കാൻ നവപദ്ധതികളും നൂതന സംരംഭങ്ങളുമായി പ്രവൃത്തി പദത്തിൽ അനന്യസാധാരണ മാതൃക പണിത് അഭിമാനകരമായ സംവത്സരങ്ങൾ പിന്നിടുന്ന ഹംദാൻ ഫൗണ്ടേഷന്റെ കലണ്ടർ അല്ലാഹു സ്വീകരിക്കട്ടെ. ഇതൊക്കെ ഉള്ള സമയത്ത് ഞാൻ പറയും. എന്നിട്ട് നമുക്ക് അവസാനം ഈ കലണ്ടർ എല്ലാവരുടെയും കയ്യിലെത്തി. അവസാനം ഈ സബാഹ് സ്ക്വയറിൽ തിങ്ങി നിറഞ്ഞ 10,000 കരുണാവായ റബ്ബിനോട് പറയും, അല്ലാഹുവേ, കഴിഞ്ഞുപോയ ദിവസങ്ങളെ, ഇന്നലകളിൽ നശിച്ചുപോയ എന്റെ ദിവസങ്ങളോട് ഞാൻ വിട പറയുകയാണ്. ഞാൻ എന്റെ ജീവിതത്തെ എന്റെ നന്മകൾ ഇടപെടികളിലൂടെ ഈ ദുനിയാവിന്റെ താളപ്പിടകളെ ഞാൻ മാറ്റുകയാണല്ലോ. അങ്ങനെ വയനാടൻ മലനിരകളിൽ നിന്ന് പോലും ബൈക്കോടിച്ചിട്ട് ഈ ന്യൂ ഇയർ പ്രഭാഷണത്തിനെത്തിയ എന്റെ പ്രിയപ്പെട്ട യുവാക്കളുണ്ട്. ഞാൻ അവരോട് ഓർമ്മിപ്പിക്കുകയാ, ഈ ഭൗതികമായ ജീവിതത്തിന് ഇന്നലകളിൽ സംഭവിച്ചു പോയ തെറ്റുകളോട് വിട പറയാൻ അല്ലാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ചിന്തയേതെന്നറിയോ? അത് ആഖിറത്തിന്റെ ചിന്തയെ കുറിച്ചുള്ള ചിന്തയാ. നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുമെന്ന ബോധ്യത്തെ കുറിച്ചാ മഹാനായ ഇമാമുനാ ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു, ലോകം കണ്ട ഏറ്റവും വലിയ ആധ്യാത്മിക തത്വചിന്തകനായ മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം ആ നാട്ടിലെ സമ്പന്നനായ ഒരു മനുഷ്യനെ കാണാൻ ചെല്ലവേ അദ്ദേഹത്തിന് രാജാവ് അദ്ദേഹത്തെ അഭിമുഖമായി കാണാൻ ക്ഷണിച്ചു അത്രേ. ആ രാജാവിനെ കാണാൻ ആ നാട്ടിലെ സമ്പന്നനായ മനുഷ്യൻ ഭാര്യയോടും മക്കളോടും പറയുന്നു, പുതിയ വസ്ത്രമെടുക്ക, കുളിച്ചൊരുങ്ങട്ടെ, വസ്ത്രമെടുത്തു കൊണ്ടുവാ, സുഗന്ധദ്രവ്യം പൂശട്ടെ. രാജാവിനെ കാണാൻ, നേരിട്ട് കാണാൻ ഒരു അവസരം കിട്ടിയപ്പോ അതിന്റെ ഇടയിൽ ശ്രദ്ധിച്ചു കേൾക്കണേ. അല്പസമയമാണ് ഈ രാവിന്റെ ഉള്ളിൽ നിങ്ങളോട് പറയാനുള്ളതെങ്കിലും നാളെ നമ്മുടെ ജീവിതത്തെ മാറ്റാൻ, നമ്മുടെ ജീവിതത്തെ നന്മകളിലൂടെ കടന്നു ചെല്ലാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാ. ആ രാജാവിനെ കാണാൻ ചെല്ലുമ്പോ
അള്ളാഹു നമുക്ക് ഇതിനെ കുറിച്ചുള്ള ചിന്ത നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ആഖിറത്തെ കുറിച്ചുള്ള ചിന്ത. പുതുവസ്ത്രങ്ങൾ എടുത്ത് കുളിച്ച് റെഡിയായി ഏറ്റവും നല്ല വസ്ത്രവും ധരിച്ചിട്ട് ആ സമ്പന്നൻ പോകാൻ ഒരുങ്ങവേ, നമുക്കെങ്ങാനും പ്രധാനമന്ത്രിയുടെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടിയാൽ പ്രധാനമന്ത്രിയെ കാണാൻ ഡൽഹിക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ എത്രയാ. വാട്സപ്പിലിടുന്നു, ഫേസ്ബുക്കിലിടുന്നു, വിസിറ്റിംഗ് കാർഡ് ഇടുന്നു, അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഇടുന്നു. ഈ രാജ്യത്തിന്റെ, ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പരമാധികാരത്തെ കൈയാളുന്ന ഒരു രാജാവിനെ കാണാൻ പോകുമുള്ള ഒരുക്കങ്ങൾ എന്താ? മഹാനായ ഇമാമുന ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു അയാളോട് ചോദിച്ചു, എവിടേക്ക് പോവുകയാ? അയാൾ പറഞ്ഞു, രാജാവിനെ സന്ദർശിക്കാൻ എനിക്കൊരു അവസരം കിട്ടിയിട്ടുണ്ട്. മഹാനായ ഇമാമുന ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു ഒരു വലിയ ആധ്യാത്മിക ചിന്തയിട്ട് കൊടുക്കുകയാ. സബാഹ് സ്ക്വയറിൽ തടിച്ചുകൂടിയ 10,000 ഹൃദയത്തിൽ ഈ ചിന്ത വരട്ടെ. മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയാ, നിങ്ങൾ രാജാവിനെ കാണാൻ പോകാൻ കുളിച്ചൊരുങ്ങിയല്ലോ, വസ്ത്രം ധരിച്ചുവല്ലോ, സുഗന്ധദ്രവ്യം പൂശിയല്ലോ. എന്നാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഈ രാജാവിനേക്കാൾ വലിയ രാജാവായ, രാജാക്കന്മാരുടെ രാജാവായ, രാജാധിരാജനായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവിനെ കാണാൻ നിങ്ങളെ വിളിക്കുന്നൊരു ദിവസമുണ്ട്. കുളിക്കാൻ അവസരം കിട്ടിയെന്ന് വരില്ല, സുഗന്ധദ്രവ്യം പൂശാൻ കയ്യനങ്ങുകയില്ല, വസ്ത്രങ്ങൾ ധരിക്കാൻ മറ്റൊരാളുടെ സഹായം വേണ്ട. രാജാതിരാജനായ റബ്ബിന്റെ മുമ്പിലേക്ക് നിന്നെ കൊണ്ടുപോകുന്നൊരു യാത്രയുണ്ടല്ലോ. അല്ലാഹുവിന്റെ മുമ്പിൽ ഹിസാബിന് വേണ്ടി നിനക്ക് അഭിമുഖമായി നിൽക്കേണ്ട ആ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടുന്നതിന് വേണ്ടി ചിന്തിച്ചിട്ടുണ്ടോ? അതിനുവേണ്ടി നീ തയ്യാറായിട്ടുണ്ടോ? അതിന്റെ തയ്യാറെടുപ്പ് എന്താണെന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു. സഹോദരാ, ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കേണ്ടത്. എല്ലാം എന്റെ കയ്യിലുണ്ട്, പക്ഷേ രാജാതിരാജനായ റബ്ബിന്റെ മുമ്പിൽ അഭിമുഖത്തിന് പോകുമ്പോ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ റബ്ബേ. അതുകൊണ്ട് എന്റെ ജീവിതത്തെ ഞാൻ നന്നാക്കണം. യാ അയ്യുഹല്ലദീന ആമനു അല്ലാഹുവിന്റെ ഖുർആൻ ഹൃദയത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ടാണ് ചോദിക്കുക, ഓ പെങ്ങളെ, മുഅ്മിനേ, മുഅ്മിനത്തേ, യാ അയ്യുഹല്ലദീന ആമനു അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കണേ. പടച്ചവനെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് മാത്രമല്ല, നിന്റെ സ്വകാര്യ ഇടങ്ങളിൽ, നിന്റെ കിടപ്പറകള്, നിന്റെ കുടുംബങ്ങള്, നിന്റെ വ്യവഹാരങ്ങള്, നിന്റെ വ്യവച്ഛേദങ്ങള്, നിന്റെ വ്യാപാരങ്ങള്, നിന്റെ അടക്കങ്ങള്, നിന്റെ അനക്കങ്ങള്, നിന്റെ കച്ചവടങ്ങള്, നിന്റെ സാമ്പത്തിക ബന്ധങ്ങള്, നിന്റെ സാമൂഹിക ബന്ധങ്ങള്, നിന്റെ പള്ളികള്, നിന്റെ വീടുകള് എന്ന് വേണ്ട, നീ പ്രതിനിധാനം ചെയ്യുന്ന സകലമായ മേഖലകളിലും അല്ലാഹുവിനെ അനുസരിച്ചു ജീവിക്കണേ. എന്ന് മാത്രമല്ല, വൽ തൻദുറു നഫ്സും മാ ഖദ്ദമത് ലിഗദ, നാളത്തേക്കുള്ള ജീവിതത്തിൽ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് ചിന്തിക്കണേ. 2024 കാത്തിരിക്കുമ്പോ സഹോദരാ, പടച്ചവനെ കാണാൻ പോകുന്ന യാത്രയിൽ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? നിസ്കാരമുണ്ടോ? നോമ്പുകളുണ്ടോ? ഹജ്ജുകളുണ്ടോ? സക്കാത്തുകളുണ്ടോ? നന്മകളുടെ കാര്യത്തിൽ കഴിഞ്ഞ ഒരു വർഷം ഞാനത്ര പുറകിലാ. ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന വർഷങ്ങളിലെങ്കിലും എനിക്ക് നല്ലത് ചെയ്യണമെന്നുള്ള ബോധമുണ്ടാവണം. അല്ലാഹു നമുക്ക് നല്ലത് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയ്. അല്ലാഹു നല്ലത് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നാളെ മുതൽ ചെയ്യാമെന്നല്ല, ഏത് കാര്യവും നാളത്തേക്ക് മാറ്റി വെക്കരുത്. എല്ലാവരും കരുതും 60 കഴിയട്ടെ, 70 കഴിയട്ടെ. ഒരൊറ്റ കാര്യം ഞങ്ങളോട് ഓർമ്മിപ്പിക്കട്ടെ, ഒരു മനുഷ്യന് 60 വയസ്സാവുകയും 60 വയസ്സ് പൂർത്തിയായിട്ടും അവൻ അല്ലാഹുവിലേക്ക് അടുത്തില്ലെങ്കിൽ പിന്നീട് അവന്റെ ജീവിതത്തിൽ പടച്ചവനിലേക്ക്
അവൻ അടുക്കാൻ സാധ്യത കുറവാണെന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു 60 വയസ്സുള്ള ഒരു വൃദ്ധനെ കണ്ടപ്പോ അദ്ദേഹത്തോട് ചോദിച്ചു, എത്ര വയസ്സായി? 60 വയസ്സായി. ആ മനുഷ്യന്റെ ഉദാസീനതയും മനസ്സതയും കണ്ടപ്പോ തത്വചിന്തകനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം വന്നു, മനുഷ്യ 60 വർഷമായിട്ട് നീ പടച്ചവന്റെ അടുക്കലേക്ക് നടക്കുകയല്ലേ, ഇതേവരെ നിനക്ക് അല്ലാഹുവിന് മുമ്പിൽ എത്താൻ കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചതുപോലെ 40 വർഷമായി നടക്കുകയല്ലേ, 50 വർഷമായി നടക്കുകയല്ലേ, 60 വർഷമായി നടക്കുകയല്ലേ, ഇതേവരെ അല്ലാഹുവിലേക്ക് അടുക്കാറായില്ലേ? സഹോദരാ സഹോദരി, എല്ലാം തകർന്നു പോകുന്ന ലോകത്ത് അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയണ്ടേ? നാളത്തേക്ക് മാറ്റിവെക്കരുത്. ഇന്നത്തെ രാത്രിയിൽ ഇവിടെ വന്നിട്ട് ഉസ്താദേ ന്യൂ ഇയർ പ്രഭാഷണം നിർത്തരുത്. ഈ 10,000 കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വന്നത് ഈ ഒരു കൂട്ടായ്മക്ക, ഈ ഒരു പ്രസംഗം ഞങ്ങളുടെ 1 വർഷത്തെ ഊർജമാന്ന് പറയുന്ന ഈ സദസ്സിലെ ഇസ്തിഗ്ഫാർ അടുത്ത 1 വർഷം ഞങ്ങളെ നേരെ നടത്തുമെന്ന് പറയുന്ന ഈ പാവപ്പെട്ട ഫക്കീറിനോട് സ്നേഹം കാണിച്ച സഹോദരാ, നാളത്തേക്ക് മാറ്റിവെക്കരുത്. കാരണം നാളെ എന്ന് പറഞ്ഞത് നമുക്ക് വരുമോ ഉറപ്പില്ല. എന്ന് മാത്രമല്ല, ലാ യഅതി സമാനുൻ ഇല്ലാ വല്ലദീ ബഅദഹു അശറ മിൻഹാ. ലാ യഅതി സമാനുൻ ഇല്ലാ വല്ലദീ ബഅദഹു അശറ മിൻഹു. നാളത്തേക്ക് നമ്മൾ മാറ്റിവെച്ചാൽ ഈ വരുന്ന ഇനി ഓരോ ദിവസവും വരുന്നത് ഇന്നത്തേക്കാൾ അശറായ ദിവസങ്ങളാ വരിക. നാളെ ചിലപ്പോ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞെന്നിരിക്കില്ല. കാരണം ഇന്നത്തെ ദിവസത്തേക്കാൾ മോശമാണ് നാളെ വരിക, നാളത്തെ ദിവസത്തേക്കാൾ മോശമാണ് മറ്റന്നാൾ വരിക. ഓരോ ദിവസവും ലാ യഅതി സമാനുൻ ഇല്ലാ വല്ലദീ ബഅദഹു അശറു മിൻഹു. ഓരോ ദിവസവും കഴിഞ്ഞ് അടുത്ത ദിവസം വരുന്നത് ഇതിനേക്കാൾ മോശമായ ദിവസമാ. അസുരന്മാരാടിത്തുമറുക്കുന്ന കാലമാ. ഇനി അടുത്ത വർഷത്തേക്ക് മാറ്റിവെച്ചാൽ നമുക്കൊരു രോഗം വന്നാൽ ചെയ്യാൻ പറ്റുമോ? ആരോഗ്യം നശിച്ചാൽ ചെയ്യാൻ പറ്റുമോ? സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഈ കൊറോണയ്ക്ക് മുമ്പ്, ഈ 2 വർഷം മുമ്പ് നമുക്ക് ഉംറയ്ക്ക് പോകാൻ എത്ര പൈസ വേണം? ചില്ലറ പൈസ പോലെ. അവസാനം അത് ലക്ഷങ്ങളിലോട്ട് കടന്നു. ഹജ്ജിന് പോകാൻ കഴിയാ സാധ്യതയുള്ളവർ, അർഹതയുള്ളവർ 60 കഴിയട്ടെ, 70 കഴിയട്ടെ. ഇപ്പോൾ ഇരട്ടി തുക 3 ഇരട്ടിയായപ്പോ പോകാൻ കഴിയാത്ത ആളുകൾ എത്രയാ? ആ വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളത്തും മിൻ റിയാദിൽ ജന്ന മാ ബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഒരു വിശ്വാസിയുടെ നെറ്റി കൊണ്ടുപോയി ഭൂമിയിൽ വെച്ചാൽ അവന്റെ നെറ്റിത്തടത്തിൽ നിന്ന് പാദം വരെ ആനന്ദത്തിന്റെ ആശ്രുബിന്ദുക്കൾ ഒടുകുന്ന ലോകത്തിന്റെ ഒരു സ്വർഗമില്ലേ? ഹബീബിന്റെ മദീനയുടെ റൗളയുടെ ചാരത്തൊന്ന് സുജൂദ് ചെയ്യാൻ, ആ റൗളയുടെ സ്വർഗത്തിന്റെ ഇടയിലൊന്ന് സുജൂദ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമയത്ത് പോകാൻ കഴിയില്ലേ? കൊറോണ വന്ന് കഴിഞ്ഞപ്പോ പിന്നീട് തവക്കൽന എന്ന ആപ്പിലൂടെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് ഒരു പ്രാവശ്യം ഒരു ഉംറക്ക് പോണവൻ ഒരു പ്രാവശ്യം ആ മിമ്പറിന്റെ ഇടയിൽ പോയി സുജൂദ് ചെയ്യാ. മിനിങ്ങാൻ ഓർഡർ വന്നു, ഇനി 1 വർഷത്തിൽ ഒരിക്കലല്ലാതെ ഹബീബിന്റെ റൗളയിൽ കാറാൻ കഴിയില്ല മനുഷ്യ. സഹോദരാ, ഇതുകൊണ്ടാണ് പറഞ്ഞത് ലാ യഅതി സമാനുൻ ഇല്ലാ വല്ലദീ ബഅദഹു അശറു മിൻഹു. ഓരോ ദിവസം കഴിയും തോറും കൂരിരുട്ട് വീടുന്ന ദിവസങ്ങളാ വരിക. നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചാൽ അന്ന് ഉംറക്ക് പോകാത്തവർക്ക് ഇനി കഴിയുമോ? ഹജ്ജിന് പോകാത്തവർക്ക് കഴിയുമോ? നാളത്തേക്ക് മാറ്റിവെക്കണ്ട. നാളുകള് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഷ്കരമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിലേക്കുള്ള യാത്ര പോകുമ്പോ, പടച്ചവനെ കുറിച്ച് ഓർക്കുമ്പോ, ഈ ലോകത്തിന്റെ ഭരണാധികാരിയായിരുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ആമീൻ പറയ്.
ആമീൻ പറയും മനുഷ്യന്മാരെ. അതിന് ടൈം ഇല്ലാത്തോണ്ടാണ്, ആകെ ഈ 10 മിനിറ്റിന് വർത്താനം പറയാൻ സമയമില്ലാത്തോണ്ടാണ്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. എന്തിനാണ് ഈ ജീവിതം? എന്തിനാണ് ഈ ജീവിതം? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. നിങ്ങളിലെ നല്ലത് ചെയ്തതാരാണെന്നല്ല. ഈ ജീവിതം അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, ജനനവും മരണത്തെയും ഞാൻ തന്നത് നല്ലത് ചെയ്യുന്നതാരെന്നറിയാനല്ല, അഹ്സനു അമലാ, ഏറ്റവും നല്ലത് ചെയ്യുന്നതാരെന്നറിയാനാണ്. നല്ലവനാരെന്നറിയാനല്ല ജീവിതം. അഹ്സനു അമല, ഏറ്റവും നല്ലത് ചെയ്യുന്നവനാരാ, ഏറ്റവും നല്ലത് ചിന്തിക്കുന്നവനാരാ. അള്ളാഹു നമ്മളെ ഏറ്റവും നല്ലത് പറയാനും ഏറ്റവും നല്ലത് ചിന്തിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും. ഏറ്റവും നല്ലതാരാ? ഏറ്റവും നല്ലതാരാ? മഹാനായ ഹാറൂൻ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു രാജാവായപ്പോ ആ രാജാവും പരിവാരങ്ങളും നടന്നു പോകവേ പാതിരാ സമയത്തൊരു സ്ഥലത്തെത്തിയപ്പോ രാജാവിനെ നടക്കാൻ മുമ്പിൽ കൊണ്ടുപോയ വിളക്കങ്ങ് കെട്ടുപോയി. ആ വിളക്ക് കെട്ടുപോയപ്പോ രാത്രിയിൽ അന്ധകാരം അവിടെ മൂടിയപ്പോ രാജാവിനെ നടന്നു പോകാൻ വെളിച്ചമില്ല. ഓടിച്ചെന്നൊരു ഭൃത്യൻ പെട്ടെന്ന് വിളക്ക് കത്തിച്ചു കൊണ്ടുവന്ന് നോക്കുമ്പോ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ലക്ഷക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായ രാജ്യത്തെ ഭരിച്ച ഉമർ സാനി, രണ്ടാം ഉമർ എന്നറിയപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കവിൾ തടത്തിലൂടെ കണ്ണീരൊഴുകുകയാ. കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഭൃത്യൻ വന്നിട്ട് പറഞ്ഞു, രാജാവേ മാപ്പ് തരണേ, അറിയാതെ വിളക്ക് കെട്ടുപോയതാണ്. എന്താണ് നിങ്ങൾ കരയുന്നത്? കാലെങ്ങാനും കല്ലിൽ തട്ടി വേദനിച്ചുവോ? സഹോദരാ, പാതിരാ സമയത്ത് നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നല്ല വെളിച്ചത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ പെട്ടെന്ന് എന്റെ വിളക്ക് കെട്ടപ്പോൾ ഇവിടെ ഇരുട്ടായപ്പോ ആ സമയത്ത് ഞാൻ എന്റെ ഖബറിനെ കുറിച്ച് ഓർത്തുപോയി. അല്ലാഹുവേ, ജീവിതത്തിൽ ഇങ്ങനെ കണ്ണ് തുറന്ന് നടന്ന് പെട്ടെന്ന് ഒരു ദിവസം കണ്ണടഞ്ഞു പോകുമ്പോ ആ ഖബറിന്റെ ഇരുട്ടിലേക്ക് എന്നെ വെക്കുന്നതിനെ ഞാൻ ചിന്തിച്ചു പോയി. അതാണ് എന്റെ കരച്ചിലിന്റെ കാരണമെന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ആരാ ചിന്തിക്കുന്നതാരാ? ഈ 2024 നാളത്തെ പ്രഭാതം നമ്മൾക്ക് എഴുന്നേക്കാൻ കഴിയോ? ഇന്നത്തെ ദിവസം ഏറ്റവും നല്ലത് ചെയ്യുന്നതാരാ? ഏറ്റവും നല്ല അമല് ചെയ്തിട്ട് ജീവിക്കുന്നവരാരാ? അല്ലാഹു നമ്മളെ നാളെ മരിച്ചാൽ ഇന്നത്തെ ദിവസം ഏറ്റവും നല്ല അമല് ചെയ്തു മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് വോയിസ് ഓഫ് കബീർ ബാക്കവിയുടെ പ്രവർത്തകര് ഒരു ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. എന്തിനാണ് ഈ ബക്കറ്റ് എന്നറിയോ? നേരത്തെ ഈ പ്രഭാഷണം തുടങ്ങുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനയിലേക്ക് നിങ്ങളെ മനസ്സിനെ മാടി വിളിച്ച മാസ്മരീക ബുറുദയുടെ ആലാപനം നടത്തിയ ഹംദാൻ ഫൗണ്ടേഷനിലെ ഹാഫിളീങ്ങൾ ഏതാണ്ട് 300ഓളം ഹാഫിളീങ്ങൾക്ക് അവസരമൊരുക്കുക. രാപ്പകലില്ലാതെ പടച്ചവന്റെ ഖുർആൻ പാരായണം ചെയ്യുന്ന, തഹജ്ജുദിന് എഴുന്നേറ്റാൽ മുതൽ ഉറങ്ങുന്നത് വരെ ഒരു പരസ്യം കാണലില്ല, ഒരു ടെലിവിഷൻ കാണലില്ല. പിഞ്ചു മക്കളടക്കം 300ഓളം മക്കൾ ഖുർആൻ ഓതിക്കൊണ്ട് ഖുർആന്റെ നടുവിൽ നിൽക്കുന്ന, എല്ലാ മാസവും അവസാന വ്യാഴാഴ്ച അസറിന് ശേഷം 100 ഖത്മ ഖുർആൻ പൂർത്തിയാക്കിയിട്ട് സലാത്തുൽ ഫാത്തിഹ ഓതി, സലാത്തുൽ ഫാത്തിഹ ഓതി അസ്മാഉൽ ഹുസ്ന ഓതി ദുആ ചെയ്യുന്ന ആ പുണ്യമായ സദസ്സിലേക്ക് ആ ഹാഫിളീങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. ഇന്നത്തെ ദിവസം നല്ല ഒരു സദഖ ചെയ്യണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ഒരു 3 സലാത്ത് എല്ലാവരും ഹംദാനെ സ്നേഹിക്കുന്നവർ. അവിടെ വരാൻ പറ്റിയില്ല, ഇവിടെ വെച്ച് നീ ഒന്നും കരുതിക്കൊണ്ട് വന്നില്ല സഹോദരിമാര്, സ്വർണ്ണമാണേലും കുഴപ്പമില്ല. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരെയും അല്ലാഹുവേ ഈ ചെയ്യുന്ന സദഖയുടെ ബറക്കത്ത് കൊണ്ട് അവരുടെ മക്കളെ നീ ഹാഫിളീങ്ങളാക്കണേ അല്ലാഹ്.
പടച്ചവനെ ഈ പുണ്യമായ ഖുർആന് വേണ്ടി ചെയ്യുന്ന ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ അല്ലാഹുവേ ഈ അവരുടെ മക്കളെ നീ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഈ പാതിരാവിന്റെ നിശബ്ദതയിൽ ഇനി ഇസ്തിഗ്ഫാർ ചൊല്ലി നമ്മൾ ദുആ ചെയ്യുമ്പോ ആ സമയത്ത് സഹോദരങ്ങളെ നമുക്ക് ദുആ ചെയ്യാൻ നമ്മുടെ മക്കൾക്ക് വേണ്ടി, ലഹരിയുടെ അടിമപ്പെട്ടു പോയ തലമുറക്ക് വേണ്ടി, നമ്മുടെ പൊന്നുമക്കൾ ഒരു ഹാഫിളാവാൻ, ഉമ്മാന്റെ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ, നമ്മുടെ കുടുംബത്തിന് വെളിച്ചം നൽകാൻ അല്ലാഹുവേ അല്ലാഹുവേ ഈ സദഖ എന്ന സഹോദരങ്ങളുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. അതിന്റെ ബറക്കത്ത് കൊണ്ടവരുടെ മക്കളെ നീ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. അവരുടെ കുടുംബത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ്. എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കണേ റഹ്മാനേ അല്ലാഹുവേ. ഇതിനു പകരം നീ ഖുർആന്റെ ശഫാഅത്ത് കൊണ്ട് സ്വർഗ്ഗത്തിൽ എത്തിക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൽ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമ്മുടെ സമയം അവസാനിക്കുന്നത് കൊണ്ട്, പെട്ടെന്ന് ദുആയിലേക്ക് കടക്കുന്നത് കൊണ്ട് അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഒരു വർഷവും കൂടി കഴിഞ്ഞു പോകുമ്പോ ഈ പുതുവത്സരത്തിന്റെ അർദ്ധരാത്രിയിൽ ആത്മീയതയുടെ ഉന്നത താളങ്ങളിൽ ഒരുമിച്ച് കൂടിയ ജനത ഒരിക്കൽ കൂടി നമ്മൾ ഓർക്കുകയാണ്. മദീന റൗളയുടെ ഓരത്തിരുന്നിട്ട് ഹലാലും ഹറാമും പഠിപ്പിച്ചു കൊടുത്ത ഒരു ചെറുപ്പക്കാരനായ സഹാബിയെ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ട യുവതലമുറയോട്, ഈ അപഥസഞ്ചാരം ചെയ്ത പ്രിയപ്പെട്ട യുവാക്കളോട്, 34ാമത്തെ വയസ്സിലാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. 30ാമത്തെ വയസ്സിലാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. മുസ്ലിമായി ദുനിയാവിൽ ജീവിച്ചത് വെറും 4 വർഷമാണ്. ചില അഭിപ്രായത്തിൽ 33 ആകെ 30 വർഷം ഇരുട്ടിലും 3 വർഷം വെളിച്ചത്തിലും ജീവിച്ച മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു 34ാമത്തെ കരികരുത്ത യുവത്വത്തിന്റെ കരിമ്പ് പരുവത്തിന്റെ സമയത്ത്, തെറ്റുകളിലേക്ക് നമ്മളെ മാടി വിളിക്കുന്ന നേരത്ത്, ലഹരി നമ്മളെ ഭരിക്കുന്ന നേരത്ത്, ആസക്തി നമ്മളെ കാർന്നു തിന്നുന്ന നേരത്ത്, വിചാരങ്ങൾ വികാരങ്ങൾക്ക് വഴിമാറുന്ന കാലത്ത്, 33ാമത്തെ വയസ്സിലും മരണാസന്നനായി മുആദ് റളിയല്ലാഹു അൻഹുവിന് പ്ലേഗ് രോഗം വന്നിട്ടാണ് വഫാത്താകുന്നത്. സഹോദരാ സഹോദരി, ഏറെ പറയാൻ കഴിഞ്ഞില്ലെങ്കിലും മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അഅലമുഹും ബൈനൽ ഹലാലി വൽ ഹറാം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഹലാൽ ഹറാമിനെ വേർതിരിച്ച് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത നാളെ ഉലമാക്കളുടെ ഇമാമായി സ്വർഗ്ഗത്തിലോട്ട് കടന്നു ചെല്ലുമെന്ന് ലോകത്തുള്ള മുഴുവൻ ആലിമീങ്ങളുടെയും മുമ്പിൽ കൊടി പിടിച്ചിട്ട് പോകുന്ന മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നിസ്സാരക്കാരനല്ല. പ്ലേഗ് രോഗം ബാധിച്ചിട്ട് ശരീരത്തിൽ മുറിവ് വന്നിട്ട് രോഗാസന്നനായി കിടക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട പരിചാരകയോട് പറഞ്ഞു, മോളെ ഒന്ന് വെളിയിലേക്ക് നോക്കിയിട്ട് നോക്ക്. പ്രഭാതം വെളിവായോ? ഇതുപോലൊരു രാത്രിയിൽ നാളത്തെ പ്രഭാതത്തെ കാത്തിരിക്കുകയാ. പ്രഭാതം വെളിവായോ എന്നൊന്ന് നോക്കുക. പരിചാരക വന്നിട്ട് പറഞ്ഞു, ഇല്ല ഇല്ല, പ്രഭാതം വന്നിട്ടില്ല. വെളിച്ചത്തിന്റെ കിരണങ്ങൾ കിഴക്കിന്റെ നഭസ്ഥലിയിൽ വന്നിട്ടില്ല. മാനവതകൾ ദുആ ചെയ്യുന്നു, അല്ലാഹുവേ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സബാഹിൻ ഇലന്നാർ. കരൾ തുറന്ന് കേൾക്കാൻ കഴിയുമെങ്കിൽ 34 വയസ്സുള്ളൊരു യുവാവിന്റെ അന്ത്യനിമിഷത്തെ ഓർത്തിട്ട് നിങ്ങൾ കൊതിച്ചോളൂ. അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി അഊദു ബിക മിൻ സബാഹിൻ ഇലന്നാർ. ഈ പ്രഭാതത്തിൽ ഞാൻ മരിച്ചാൽ, ഈ പ്രഭാതം നീളുന്നത് നരകത്തിലേക്കാണെങ്കിൽ എന്നെ നീ ഈ പ്രഭാതത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അവർക്കും മരണത്തെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. ഈ പകല് പോകുന്നത് നരകത്തിലേക്കാണോ? സഹോദരാ, ന്യൂ ഇയറിന്റെ ഈ ആട്ടത്തിമർപ്പത്തിന്റെ ഇടയിൽ ലഹരിയും പിടിച്ച് കള്ളും പിടിച്ച് ആടി തിമിർക്കുമ്പോ, ആ തിമിർത്തിട്ട് സ്കൂട്ടറിൽ കയറി ബൈക്ക് റേസിംഗ് ചെയ്ത് ദേശീയ പാതയിലൂടെ പാഞ്ഞു വരുമ്പോ വരുന്ന വഴിയിലെ
വഴിയിലെങ്ങാനും ഒരു അപകടം നടന്ന് തട്ടിത്തെറിച്ചിട്ട് നിന്റെ കണ്ണു ആംബുലൻസിലിട്ട് ആ ആംബുലൻസിൽ ചീറിപ്പാഞ്ഞു പോകുമ്പോ ആ സമയത്ത് കണ്ണടഞ്ഞു പോയാൽ ആ യാത്ര പോകുന്നത് എവിടേക്കാ? നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ? അറിയാൻ കഴിയാത്ത മനുഷ്യ, പടച്ചവനെ, നരകത്തിലോട്ട് പോകുന്ന ഈ പകലിനെ കുറിച്ച് ഞാൻ വല്ലാതെ കാവലിനെ തേടുകയാ. എന്നിട്ട് മുആദ് റളിയല്ലാഹു അൻഹുവിന് ഒരേ ഒരു മകനാണുള്ളത്, അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു. ആ പൊന്നുമോനോട് പറഞ്ഞു, പൊന്നുമോനെ അബ്ദുറഹ്മാൻ, ഉപ്പാന്റെ അടുത്തേക്ക് വരുമോനെ. 34 വയസ്സുള്ള കരികരുത്ത യുവത്വത്തിന്റെ പ്രതീകമായ മുആദ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് ആ പൊന്നുമോന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, അല്ലദീ ലാ തുളീഉ വദാഇ, ഞാൻ നിന്നെ അല്ലാഹുവിനെ ഏൽപ്പിക്കുകയാ. പൊന്നുമോനെ, വാപ്പ നിന്നെ അല്ലാഹുവിനെ ഏൽപ്പിക്കുകയാണ്. അവനാണ് ലാ തുളീഉ വദാഇ, അവനെ ഏൽപ്പിക്കുന്നതൊന്നും അല്ലാഹു പാഴാക്കുകയില്ല. ഒന്നും പാഴാക്കാത്ത എന്നെ അറിയുന്ന എന്റെ റബ്ബിനെ എന്റെ പൊന്നുമോനെ ഏൽപ്പിക്കുകയാ എന്ന് പറഞ്ഞു മുആദ് റളിയല്ലാഹു അൻഹു വേദനയിൽ പൊളയുമ്പോ പ്ലേഗ് രോഗം വന്നിട്ട് വലത്തെ കയ്യിൽ നിന്ന് മാംസം ഇങ്ങ് ഒഴിഞ്ഞു മാറി ഒരു വലിയ ഗുഹ പോലെയായി മുആദ് റളിയല്ലാഹു അൻഹു. ആളുകൾ സഹാബത്ത് വന്നിട്ട് പറഞ്ഞു മുആദേ, മുആദേ, തഹൂറുൻ ഇൻഷാ അല്ലാഹ്, പേടിക്കണ്ട പേടിക്കണ്ട, അല്ലാഹു നിങ്ങളുടെ രോഗത്തെ ശിഫയാക്കി തരും. തഹൂറുൻ ഇൻഷാ അല്ലാഹ്, അല്ലാഹു നിങ്ങളുടെ രോഗത്തെ ശിഫയാക്കും, ഭയക്കണ്ടെന്ന് പറയുമ്പോ ആ സമയത്ത് മുആദ് റളിയല്ലാഹു തആല പറഞ്ഞതെന്നറിയോ? പ്ലേഗ് രോഗം ബാധിച്ച് തന്റെ ശരീരത്തിന്റെ മാംസം ഒഴിഞ്ഞു മാറി വേദന കൊണ്ട് പറയുമ്പോ മുആദ് റളിയല്ലാഹു തആല പറയുന്നു, വേണ്ട വേണ്ട, വല്ലാഹി മാ ഉഹിബ്ബുൽ ഹയാ, വല്ലാഹി മാ കുന്തു ഉഹിബ്ബുൽ ഹയാ. അല്ലാഹുവേ, അല്ലാഹുവേ, ഞാൻ ഈ ദുനിയാവിലെ ജീവിതത്തെ ആഗ്രഹിച്ചത്, ഇവിടെ കാലാകാലം ജീവിക്കണമെന്ന് ആഗ്രഹിച്ചത്, വലാലി ഖറസിൽ ശുജാർ വലാലി ജിരിൽ അൻഹാർ. ഈ ദുനിയാവിൽ ഞാൻ ആഗ്രഹിച്ചത് വലിയ ഒരു വീട് വെച്ചിട്ട് അതിൽ താമസിക്കാനല്ല, വലിയ പുൽത്തോട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്റെ കൊട്ടാരത്തിൽ എന്റെ മക്കളെ കൊണ്ട് ആനന്ദിക്കാനല്ല. ഞാൻ ഈ ദുനിയാവിൽ ജീവിക്കാൻ ആഗ്രഹിച്ചത് അരുവികൾ ഒഴുക്കി സ്വിമ്മിംഗ് പൂളുകൾ ഉണ്ടാക്കി ഞാനും എന്റെ കുടുംബവും തമ്മിൽ ആദ്യത്തെ വെറുത്ത് സുഖിക്കാനല്ല. പിന്നീട് വല്ലാഹി ഇന്നി ഉഹിബ്ബുൽ ഹയാ, പടച്ചവനെ, ഞാൻ ഈ ദുനിയാവിന്റെ ജീവിതം ആഗ്രഹിച്ചത്. ഇതാകട്ടെ നമ്മുടെ പുതുവത്സരത്തിന്റെ പ്രസംഗം. ഇവിടെ ജീവിക്കണമെന്ന്, ഈ ഭൂമിയുടെ പുറന്തലയിൽ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാ. നേരെന്നറിയോ? ലിമുറാഫഖതി മഅൽ ഉലമാ ഇലി ഹലഖി ദിക്ർ, ഉലമാക്കളുടെ കൂടെ ദിക്റുകളിൽ പങ്കെടുക്കുക എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ആലിമീങ്ങൾ എവിടെയുണ്ടോ അവിടെ പോയി അവരുടെ കൂടെ ഇരുന്നിട്ട് എനിക്ക് ദിക്റുകൾ ചൊല്ലുക, സലാത്ത് ചൊല്ലുക. എവിടെയൊക്കെ ഇൽമ കിട്ടുമോ അവിടെ പോവുക. വഅലുകൾ കേൾക്കാൻ, ഉലമാക്കൾ വഅല് കേൾക്കാൻ അവിടെ പോവുക. ഈ വിനീതന്റെ ഈ സദസ്സിൽ 300-ലധികം സദസ്സിൽ വന്ന എന്റെ പ്രിയപ്പെട്ട യുവാക്കളുണ്ട്, പൊന്നാടിയിലുണ്ട്. ഉസ്താദേ, 400 സദസ്സിൽ പങ്കെടുത്തെന്ന് പറഞ്ഞവരുണ്ട്. എന്തിനാണ് മോനെ? റെക്കോർഡ് വേദിക്കാനല്ല, ഊറ്റം പറഞ്ഞിട്ട് നെഞ്ചൂക്ക് പറയാനല്ല. പിന്നെയോ, എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലുത് എന്റെ നാട്ടിലൊരു സ്വലാത്ത് നടന്നാൽ, ദിക്റിന്റെ മജ്ലിസ് നടന്നാൽ, ഇൽമിന്റെ മജ്ലിസ് നടന്നാൽ, ഉലമാക്കളോടൊത്ത് സയ്യിദന്മാരോടൊത്ത് എനിക്ക് പങ്കെടുക്കാൻ വേണ്ടിയാ. രണ്ടാമത് എന്റെ റബ്ബിനോട് എനിക്ക് ദുനിയാവ് ഞാൻ ചോദിച്ചത് ചുട്ടുപൊള്ളുന്ന വെയിലുള്ള നേരത്തെ എന്റെ റബ്ബിന് വേണ്ടി നോമ്പ് പിടിക്കാനാ. എനിക്ക് എന്റെ റബ്ബൊരായുസ് തരണമെന്ന് പറഞ്ഞത് നല്ല ചൂടുള്ള നേരത്തെ എനിക്ക് ദാഹിച്ച് തൊണ്ട വരളുമ്പോ എന്റെ റബ്ബിന് വേണ്ടി എനിക്ക് നോമ്പ് പിടിക്കണം. മോനെ, 2024 മാർച്ചിൽ റമളാൻ വരികയാ. അടുത്ത വർഷം എന്തിനാ? മാർച്ചിന്റെ ചുട്ടുപൊള്ളുന്ന വേനലിലാണ് ഇപ്രാവശ്യത്തെ നോമ്പ് വരിക. അല്ലാഹുവേ, എനിക്ക് നോമ്പ് പിടിക്കണം. ആ ചൂടുവെള്ളത്തെ, ആ ചൂടിൽ എനിക്ക് നോമ്പ് പിടിക്കണം.
തൊണ്ട വരണ്ടിട്ട് വെള്ളത്തിന് വേണ്ടി പടയും എന്റെ റബ്ബിന് വേണ്ടി കുടിക്കാതിരിക്കണം. പിന്നെയോ പാതിരാത്രിയിൽ എഴുന്നേച്ചിട്ട് എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കണം. ഈ 3 കാര്യത്തിന് വേണ്ടിയാണ് ഈ 33 വർഷത്തെ ജീവിതം എന്റെ പടച്ചവനോട് ഞാൻ ചോദിച്ചത്. സഹബാ സഹബാ സഹബാ, നിങ്ങൾ എന്റെ രോഗം മാറാൻ ദുആ ചെയ്യരുത്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ക്യാൻസർ ആണ് ദുആ ചെയ്യണം, കിഡ്നി ഫെയിലർ ആണ് ദുആ ചെയ്യണം? പ്ലേഗ് രോഗം വന്ന് ശരീരത്തിന്റെ മാംസങ്ങൾ അടന്നു മാറിയപ്പോ എനിക്ക് വേണ്ടി നിങ്ങൾ ശിഫയാവാൻ ദുആ ചെയ്യരുത്. എന്തേ മുആദ്? ഇന്നല്ലാഹ യുകബ്ബിറുൽ ഖലീൽ. അല്ലാഹു ചെറുതിനെ വലുതാക്കുന്നവനും വലുതിനെ ചെറുതാക്കുന്നവനുമാണ്. അല്ലാഹുവേ അല്ലാഹുവേ, മുആദിന്റെ ഈ രോഗത്തെ നീ വലുതാക്കണേ റബ്ബേ. മുആദിന്റെ ഈ രോഗത്തെ നീ വലുതാക്കിയിട്ട് എന്നെ മരിപ്പിക്കണേ അല്ലാ. സഹാബത്ത് ചോദിച്ചു, മുആദേ നിങ്ങൾ എന്ത് വർത്തമാനമാണ് ഈ പറയാ? 34 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിട്ടും പറയാ നമുക്ക് പടിയോ? വല്ലാഹി ഖദ് മലൽതുൽ ഹയാത്ത്. അല്ലാഹനെ തന്നെയാണ് സത്യം, ഞാൻ ഈ ജീവിതം മടുത്തു കഴിഞ്ഞു. മലൽതുൽ ഹയാത്ത്, എനിക്ക് ഈ ജീവിതം മടുത്തു. എനിക്ക് ഈ ദുനിയാവ് വേണ്ട. എനിക്കെന്റെ റബ്ബിനെ കാണണം, എനിക്കെന്റെ റബ്ബിന്റെ ലിഖായിനെ കാണണം. എന്റെ മുമ്പിൽ നിന്ന് എന്റെ ഹബീബ് പോയി, എന്റെ ഫാറൂഖ് പോയി, എന്റെ സിദ്ദീഖ് പോയി, എന്റെ ഉസ്മാൻ പോയി, എന്റെ അലി റളിയല്ലാഹു അൻഹു പോയി. മദീനയുടെ പള്ളിയുടെ മുറ്റത്തിരുന്ന് ഹബീബിന്റെ ചാരത്തിരുന്ന് എനിക്ക് നന്മ പറഞ്ഞു തന്ന എന്റെ കൂട്ടുകാർ ഓരോരുത്തരായി പോയി. ഇനി മുആദ് മാത്രമേ ബാക്കിയുള്ളൂ. അല്ലാഹി ഖദ് മലൽതുൽ ഹയാ, എനിക്കെന്റെ ജീവിതം എനിക്കും മടുത്തു എന്ന് പറഞ്ഞ് മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ഈ ലോകത്ത് നിന്ന് വഫാത്തായത്രേ. സഹോദരാ സഹോദരി, സഹോദരാ സഹോദരി, മഹാനായ മുആദ് ബിൻ മഹാനായ ആമിർ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ മരിക്കാൻ നേരത്തിങ്ങനെ മഗ്രിബിന്റെ നേരത്താണ് സക്കറാത്ത് വരുന്നത്. ആ സമയത്ത് പറയുന്നു, മക്കളെ എനിക്ക് ഞാൻ ഇന്നേവരെ ജമാഅത്ത് മുടക്കിയിട്ടില്ല. വാപ്പാന നിങ്ങളൊന്ന് സക്കറാത്തിന്റെ നേരത്ത് പള്ളിയിൽ കൊണ്ടുപോകുമോ? ഇന്ന് നമ്മുടെ പള്ളിയിൽ യുവാക്കളില്ല. സഹോദരാ, തീരുമാനമെടുക്ക. റബ്ബിന്റെ പള്ളിയുടെ മുമ്പിൽ ഒന്നാമത് നിൽക്കാൻ എന്നെ കൊണ്ടുപോകുമോ? ഉപ്പാ സക്കറാത്തിന്റെ വേദനയിൽ പെടയുന്ന നിങ്ങളെ എങ്ങനെയാണ് പള്ളിയിൽ കൊണ്ടുപോവുക? മക്കളെ, നമസ്കാരത്തിൽ വരൂ എന്ന അല്ലാഹുവിന്റെ വിളി കേൾക്കുമ്പോ ഞാൻ അങ്ങനെ വീട്ടിൽ കിടക്കും. മക്കളെ, മഹാനായ ആമിർ ബിൻ സുനാർ റളിയല്ലാഹു അൻഹുവിനെ മക്കളെല്ലാവരും കൂടി താങ്ങി പിടിച്ചെടുത്ത് പള്ളിയിൽ മഗ്രിബ് നമസ്കാരത്തിന് എത്തിച്ചു. മഹാനവറുകളും മഗ്രിബിന്റെ 3ാമത്തെ റക്അത്തിൽ സുജൂദിൽ പോയി. പിന്നെ അദ്ദേഹം എഴുന്നേറ്റില്ല. 3ാമത്തെ റക്അത്തിലെ സുജൂദിൽ കിടന്ന് മഹാനവറുകൾ വഫാത്തായി. പെങ്ങളെ, മരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലെ എങ്ങനെ മരിക്കണം, ഏത് രീതിയിലും മരിക്കണം. ആരോ പറഞ്ഞപ്പോ വീട്ടിലില്ലാത്ത മൂത്ത മോൻ പറഞ്ഞു അത്രേ, വാപ്പാന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചതാണ്. എന്താണ് പറയുന്നത്? വാപ്പാടെ ദുആ എന്തായിരുന്നു? എപ്പോഴും എന്റെ വാപ്പ ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുവേ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുസ്നൽ മൗതി, പടച്ചവനെ നീ എനിക്ക് നല്ല മരണം നൽകണേ അല്ലാ. വാപ്പാന്റെ ദുആ. വൃദ്ധന്മാരെ, 2024 ദുആ ഇങ്ങനെയാണ്: പടച്ചവനെ എനിക്ക് ഏറ്റവും നല്ല മരണം 60 കഴിഞ്ഞു, 70 കഴിഞ്ഞു, പോകാൻ സമയമായി, എനിക്ക് നല്ല മരണം. മക്കള് ചോദിച്ചു, എന്താണ് വാപ്പാ നല്ല മരണം? ഇന്നി ഉഹിബ്ബുൽ മൗത വഅന സാജിദുൽ ലില്ലാഹ്, എന്റെ റബ്ബിന്റെ മുമ്പിൽ നെറ്റി വെച്ചിട്ട് ഞാൻ സുജൂദിൽ കിടക്കും. എന്റെ റൂഹ് വിട പറയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വസമാനാസന്നനായി കിടക്കുമ്പോ നേരത്തെ ഇമാം ഗസാലി പറഞ്ഞതുപോലെ രാജാതിരാജനെ കാണാൻ പോകുന്ന യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഉറക്കെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊരു മനുഷ്യന്റെ കഥയല്ല. ലോകം കണ്ട ഭരണാധികാരി മരണാസന്നനായി കിടക്കുകയാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു സക്കറാത്തിൽ കിടക്കുമ്പോ ഭാര്യയായ ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്കിനോട് പറഞ്ഞു, ഫാത്തിമ. ആരാണ് ഫാത്തിമ? ആരാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹാ? സുഖലോലുപതയിൽ കോടീശ്വരിയായി ജീവിച്ചിട്ട് തന്റെ ഭർത്താവ് സുഖലോലുപത വിടണം പെണ്ണേ എന്ന് പറഞ്ഞപ്പോ ഭർത്താവിന്റെ കൂടെ സ്വർണവും സർവ്വതും ഉപേക്ഷിച്ചിട്ട് പട്ടിണിയോടെ ജീവിച്ച രാജകുമാരിയാണ് ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്. അത്രമേൽ ലാളിത്യത്തോടെ ജീവിച്ച ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക് നമ്മൾ കേട്ടിട്ടില്ലേ? അങ്ങാരെ എന്നറിയില്ലേ, അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും നാരണയില്ല യാചകനാണെന്നോ ഉണ്ട് സഖി ഒരു കുലമുന്തിരി. വിശക്കുന്ന നേരത്ത് ഒരു കുലമുന്തിരിക്ക് നാരണയില്ലാതെ തന്റെ ഭാര്യയുടെ മുമ്പിൽ കൈനീട്ടുന്ന ഒരു യാചകന്റെ പേരാണ് ഉമർ സാനി. രണ്ടാമതെന്ന് ലോകം പാടിപ്പുകത്തിയ ആഡംബരത്തിൽ ജീവിച്ച ഉമർ ബിൻ അബ്ദുൽ അസീസ് വിളക്കണഞ്ഞു പോയപ്പോ കബറിനകത്തിട്ട് പൊട്ടിക്കരഞ്ഞ മനുഷ്യന് സിംഹാസനത്തിന്റെ നടുവിൽ കടന്നിട്ട് പടച്ചറപ്പിന്റെ അർശിനെ കണ്ട മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഉറക്കെ പറയൂ, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ആദിയമൈതുരു നൂറുല്ലാഹ് അഹ്മദ് നബിയിൽ സല്ലല്ലാഹ് അശറഫുൽ ഖൽഖ് റസൂലുള്ളാഹ് ആമന്നാ ബിറസൂലില്ലാഹ് ഹസ്ബി റബ്ബി. ദുആയിലോട്ട് കടക്കുകയാണ് നമ്മൾ. ഹൃദയങ്ങൾ ദിക്റിന്റെ വചനാമൃതമാവട്ടെ. നമ്മുടെ ആത്മാവ് ആനന്ദതുന്തിലുമായി അല്ലാഹുവിന്റെ അർശ് നോക്കി പാറിപ്പറക്കട്ടെ. കണ്ണുകൾ സജലങ്ങളാകട്ടെ. എന്റെ റബ്ബിലേക്ക് എന്റെ ഹൃദയം നിറങ്ങട്ടെ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറു മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭാര്യയോട് പറഞ്ഞു, ഫാത്തിമ പുറത്തു പോകെ. കുറെ ആളുകൾ ജിന്നുകളും മനുഷ്യരുമല്ലാത്ത കുറെ ആളുകൾ റൂമിലേക്ക് വരുന്നുണ്ട്. മാറു ഫാത്തിമ, മാറു ഫാത്തിമ. നമ്മളൊക്കെ നമ്മുടെ വീടിന്റെ കൂരകളിലോ നമ്മുടെ വീടിന്റെ ഉമ്മറപ്പടികളിലോ നമ്മുടെ ബെഡ്റൂമിലോ എപ്പോഴാണ് മരണം വരുന്നതെന്നറിയില്ല. എപ്പോഴാണ് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് അറിയില്ല. പൊന്നുമക്കളെ, നിങ്ങൾ കൂടെയുണ്ടാകുമോ? ഉപ്പാന്റെ അവസാനത്തെ ചലനം നിലക്കുമ്പോ കാണാൻ കൊതിച്ച കൺമണിയെ കൂടെയുണ്ടാകുമോ? കൂടെ കിടന്ന് കൂടപ്പിറപ്പിനേക്കാൾ സ്നേഹിച്ചവളെ നിന്റെ ജാരത്താകുമോ? ഉമ്മയേക്കാൾ വാത്സല്യം തന്നവരെ നിങ്ങളുടെ ജാരത്താകുമോ? അതല്ല, എവിടെയോ പോയിട്ടാണ് ജീവി മരിക്കുന്നതെങ്കിൽ എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ലല്ലോ. അള്ളാഹു നമ്മുടെ മരണത്തെ കുറിച്ചുള്ള ചിന്ത നൽകട്ടെ. ഒരിക്കലും കേരളം കണ്ട അല്ല, ഇന്ത്യ ലോകത്തിന്റെ യശസ്സിനെ ലോകത്തിനെത്തിച്ച ബഹുമാനനായ എം.എ. യൂസുഫ് അലി സാഹിബ് ഇന്ന് പ്രവാസ ജീവിതത്തിൽ 50 വർഷം പൂർത്തിയാക്കിയ മഹാമനുഷ്യന് 42 പാസ്പോർട്ടുകൾ കാണിച്ചിട്ട് ജീവിതത്തിന്റെ രേഖ എങ്ങനെയാണ് മുന്നോട്ട് കാണിച്ചതെന്ന് പറഞ്ഞ മഹാമനുഷ്യന് പലപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന വാക്കുകൾ അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്. ഒരു ദിവസം ഒരു റമദാനിൽ അബുദാബിയിലെ വൈറ്റ് ടവറിലെ 10ാം നിലയിൽ ഓഫീസിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഞാൻ പറഞ്ഞു, മരിക്കാൻ പോകുന്നു എന്നറിഞ്ഞിട്ട് കബർ കുഴിച്ചു വെച്ച മഹാന്മാരുണ്ട്. അദ്ദേഹം എന്നോട് ഉടനെ ചോദിച്ചു,
വളരെ വളരെ ചിന്തയുള്ള ചോദ്യങ്ങൾ. അടുത്തു പോയാൽ നമ്മൾ വല്ലാതെ അടുത്തെടുത്തു പോകുന്നൊരു മഹാമനസ്. അദ്ദേഹത്തെ അടുത്തറിയുന്നവർക്കതറിയാം. എന്നോട് ചോദിച്ചു, ബാക്കവി, ഒരു കബറ് കുഴിച്ച് നമ്മൾ എന്നെ അടക്കാൻ വേണ്ടി കുടിച്ചു വെച്ചാൽ ഇനി നമ്മളെങ്ങാനും ഫ്ലൈറ്റിൽ പോകുമ്പോ അവിടെ വെച്ച് ആ ഫ്ലൈറ്റ് തകർന്നിട്ട് അറബിക്കടലിൽ മുങ്ങിയിട്ട് നമ്മൾ മരിച്ചു പോയാൽ, മയ്യത്തെങ്ങാനും കിട്ടാതെ പോയാൽ എന്ത് ചെയ്യും? ആ ഒരൊറ്റ ചോദ്യം. പിറ്റേ ദിവസം ഞാൻ തിരിച്ച് എമിറേറ്റ്സിന് മടങ്ങുകയാണ്. അന്ന് ഫ്ലൈറ്റിൽ കയറി മേഘജാലകങ്ങൾക്കിടയിൽ ഫ്ലൈറ്റ് കിടങ്ങുമ്പോഴൊപ്പം യൂസുഫ് അലി സാഹിബിന് ആ ചോദ്യം ഓർമ്മ വരും. സഹോദരങ്ങളെ, സഹോദരിമാരെ, എപ്പോഴാണ് അവസാനത്തെ ചലനമെന്നറിയില്ല. പാതിരാത്രിയിൽ ഓടി നടക്കുമ്പോഴോ, വിമാനത്തിൽ സഞ്ചരിക്കുമ്പോഴോ, അതെല്ലാരും അറിയാത്ത ഏതോ ഒരു ലോകത്തോ എവിടെ വെച്ച് അവസാനിച്ചാലും അവസാനത്തെ പിടച്ചിൽ വിടയുമ്പോ പ്രാണപ്രേയസിയോട് പറഞ്ഞു, ഫാത്തിമ മാറി നിൽക്ക്. ആലിമല്ല, സയ്യിദല്ല, വലിയ ഇൽമുള്ള ആളല്ല. ഒരു രാജ്യത്തിന് അധികാരം കയ്യിൽ നിന്ന് അതിരുവിട്ട് ജീവിക്കാൻ സാധ്യതയുള്ള കാലത്തും ആദർശത്തെയും ആത്മാവിനെയും ചേർത്ത് പിടിച്ച ആനന്ദം കൊണ്ട് ഭരണാധികാരി ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു മാനവറുകൾ ഫാത്തിമ എന്ന ഭാര്യ ഇറങ്ങി നിന്നു. കുറെ കഴിഞ്ഞപ്പം മലക്കുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വിട പറയുകയാണ്. വാതിലിന്റെ ജനൽപ്പാളിയിലൂടെ നോക്കുമ്പോ കട്ടിലിൽ കിടന്നിട്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വിളിക്കുന്നു, മർഹബൻ യാ ഖലീലർ റഹ്മാൻ. കുറച്ച് കഴിഞ്ഞപ്പം മർഹബൻ യാ കലീമുല്ലാഹി മൂസ, മർഹബൻ യാ റൂഹുല്ലാഹി ഈസാ, മർഹബൻ യാ നബിയുല്ലാഹി നൂഹ്. ഓരോ നബിമാര് വരികയാണ്. ഇത് ചരിത്രത്തിന്റെ ഏറ്റവും വലിയ അധ്യായമാ. മനുഷ്യ ജീവിതത്തിന്റെ വിടപറച്ചിലിന്റെ ശോഭനമായ ചരിത്രമാ. അവിടത്തേക്ക് കലീമുല്ലാഹി മൂസാ നബി വന്നു, റൂഹുല്ലാഹി ഈസാ നബി വന്നു, നബിയുല്ലാഹി നൂഹ് നബി വന്നു. എല്ലാ പ്രവാചകന്മാരെയും കണ്ടു. അവസാനം ഒരു വിളി കൂടി വിളിച്ചു, മർഹബൻ യാ ഹബീബി യാ റസൂലല്ലാഹ്, മർഹബൻ യാ ഹബീബി യാ റസൂലല്ലാഹ്. എന്റെ ഹബീബായ നബിയേ വരിക. നീതിയുടെ പര്യായമായി വ്യക്തിത്വത്തിന്റെ ധവളപ്രകാശം കൊണ്ട് ചരിത്രത്തെ വിസ്മയിപ്പിച്ച ആ മഹാമനുഷ്യൻ അല്ലാഹുവിന്റെ റസൂൽ ചാരത്ത് വന്നിരുന്ന് കൈപിടിച്ചിട്ടാണ് വഫാത്തായത്. അവസാനം അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഒരായത്തോതുകയാണ്, تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. ഈ ന്യൂ ഇയർ പ്രഭാഷണം ഈ ഒരൊറ്റ വാക്കിൽ അവസാനിപ്പിക്കുകയാണ്. സഹോദരായി വിനീതന് പറയാനൊന്നുമില്ല. 15 ദിവസം കൊണ്ട് സംഘാടനം നടത്തിയപ്പോ TKBയുടെ പ്രവർത്തകർ അല്ലാഹു അനുഗ്രഹിക്കട്ടെ, രാപ്പകലില്ലാതെ ഇവിടെ കടന്ന് കട്ടപ്പെട്ട വോയിസ് ഓഫ് കബീർ വാക്കബി എന്ന വിനീതന്റെ പേരിലെ ഒരു കൂട്ടായ്മ, 80,000 മെമ്പർമാരുള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മ, ഒരു പാവപ്പെട്ടവന്റെ വഅദ് മാത്രം സെൻഡ് ചെയ്യുന്നൊരു വാട്സപ്പ് കൂട്ടായ്മ. പാതിരാവിന്റെ നിശബ്ദതയിൽ ഈ ഗ്രൗണ്ടിൽ കിടന്ന് സംഘാടനത്തിന് അവർ കട്ടപ്പെട്ടു. അള്ളാഹു സ്വീകരിക്കട്ടെ. എനിക്ക് നിങ്ങളോട് പറയാൻ, ഉപദേശിക്കാൻ ഞാനൊരു ഉപദേശിയല്ല, പ്രണയം പറയാൻ ഞാനൊരു പ്രണയഗായകനല്ല, വൈദഗ്ധ്യം പറയാൻ ഞാനൊരു വിദഗ്ധനല്ല. നിങ്ങളോട് പറയാൻ എന്റെ കയ്യിലൊന്നുമില്ല. ജീവിതത്തിന്റെ തെരുവുകളിൽ എവിടെയോ കാലുകൾ വഴുതാൻ കഴിയുന്ന ഒരു പാവപ്പെട്ട പച്ച മനുഷ്യൻ എന്ന ലേബലിൽ തെറ്റുകൾ വരാം. അല്ലാഹു പുറത്തു തരട്ടെ. നാളുകൾ നന്നാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടിട്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഓതുകയാണ്, തിൽക്കദ്ദാറുൽ ആഖിറതി നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. തിൽക്കദ്ദാറുൽ ആഖിറ, ഈ ആഖിറത്ത്
ആഖിറത്തിലെ സ്വർഗ്ഗമാർക്കെന്നറിയോ? ലില്ലദീന ലാ യുരീദൂന ഉലുവന ഫിൽ അർളി വലാ ഫസാദ. ഈ ഭൂമിയിൽ അഹങ്കരിക്കാത്ത ഒരു കുഴപ്പങ്ങളും ചെയ്യാത്തവനാണ് സ്വർഗമുള്ളത്. ഇനിയുള്ള കാലങ്ങളിൽ അഹങ്കാരമില്ലാതെ വിനയത്തോടെ പടച്ചവന്റെ ഭൂമിയിൽ ഒരു ഫസാദും ചെയ്യാതെ ജീവിക്കാൻ നമുക്ക് പ്രതിജ്ഞ എടുക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയ്. നാളത്തെ സ്വർഗം അഹങ്കാരമില്ലാത്തവനും ഫസാദ് ചെയ്യാത്തവന് ഒരു കുഴപ്പവും ചെയ്യാൻ. സ്വാമി പറഞ്ഞതുപോലെ ആ വിവരം നമുക്ക് നമ്മൾ എന്നേ രക്ഷപ്പെട്ടു പോയാന്. സ്വാമി പറഞ്ഞതുപോലെ ആ പിശാചിനെ പിടിച്ചു നിർത്താൻ ഇൻഷാ അല്ലാഹ് നമുക്ക് തയ്യാറെടുക്കാം. ചെയ്തൂടെ? ഇനി പിശാചിന് വഴിപ്പെടില്ലെന്ന് പറയാൻ നമുക്ക് കഴിയണ്ടേ? ഈ ന്യൂ ഇയറിൽ ഒരു പൈശാചിക ദുർബോധനത്തിന് അടിമപ്പെട്ട് കാലുകൾ സ്ഖലിതങ്ങളായി തെറ്റുകളിലോട്ട് കടന്നു പോവാതിരിക്കാൻ ആദം നബിയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോഴേ ശ്രദ്ധിച്ചേക്ക്. ഞാൻ എന്റെ ഈ പ്രഭാഷണ സമയത്തിന്റെ പരിമിതി കൊണ്ട് അവസാനിപ്പിക്കാം. നമുക്ക് ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് നമുക്കൊരു പ്രതിജ്ഞ എടുത്തൂടെ? രണ്ട് കാര്യങ്ങൾ. ഒന്നാണ് നമ്മൾ ഇപ്പൊ നമ്മൾ നീയത്തെടുത്തിട്ട് പോയാലും നാളെ രാവിലെ ഇബ്ലീസ് കൂടെ കൂടും. എല്ലാവരും പറയും ന്യൂ ഇയറിന് പ്രതിജ്ഞയൊക്കെ എടുക്കും. നാളെ രാവിലെ ഇബ്ലീസ് കൂടെ കൂടും. അവനെ ആട്ടി ഓടിക്കണം. നേരം അവനാട്ടുവാൻ ബദിരീങ്ങൾ തുണയാ റബ്ബനാ. ആ പിശാചിനെ മാറ്റി നിർത്തണം നമ്മുടെ ജീവിതത്തിൽ നിന്ന്. അതിനൊരു രണ്ട് വഴിയേ ഉള്ളൂ. അത് പറയാൻ ആദം നബിയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോ ഇബ്ലീസ് പറഞ്ഞു, അല്ലാഹുവേ തുമ്മനഅതിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ അയ്മാനിഹിം വഅൻ ശമായിലിഹിം. നിന്റെ അടിമകളായ മനുഷ്യരുടെ ഇടതുഭാഗത്ത് നിന്നും വലതുഭാഗത്തു നിന്നും മുമ്പിൽ നിന്നും പുറകിൽ നിന്നും ഞാൻ അവരെ പിഴപ്പിക്കും റബ്ബേ. വലാ തജിദു അക്തറഹും ശാകിരീൻ. അവരെ നന്ദിയോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല റബ്ബേ. ഞാൻ അവസാനിപ്പിക്കാൻ അത് നമുക്ക് നിർത്താൻ സമയമായി. പോലീസ് പരമാവധി നമുക്കതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നു. പരമാവധി ടൈം. കാരണം അറിയാം, നമ്മുടെ ഈ ന്യൂ ഇയർ പ്രഭാഷണം ഒരിക്കലും അതൊരു സന്തോഷത്തോടെ പിരിഞ്ഞു പോണതാണ്. മഹാനായ ഷക്കീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിശാച് എന്റെ ഇടത്തൂടെ വന്നിട്ട് എന്നോട് പറഞ്ഞു, നീ അള്ളാഹനെ അനുസരിച്ച് ജീവിച്ചാൽ നിനക്ക് പട്ടിണി വരും. ഞാൻ അവനോട് പറഞ്ഞു, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. എല്ലാവരും റിസ്ക് റബ്ബിന്റെ അടുക്കല. അപ്പൊ അവൻ എന്റെ ഇടതുഭാഗത്തൂടെ വന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, നീ പടച്ചവനെ അനുസരിച്ച് ജീവിച്ചാൽ നിനക്ക് ഈ ലോകത്ത് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, ഇന്നലിൽ മുത്തഖീന മഫാസ. ഞാൻ സ്വർഗത്തിൽ ആഘോഷിച്ചോളാം. അപ്പൊ അവൻ എന്റെ മുമ്പിലൂടെ വന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഇതിലെ അനുസരിച്ച് ജീവിച്ചാൽ നിനക്ക് കള്ളു കുടിക്കാൻ കഴിയില്ലെന്ന്. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, ഇന്നമൽ ഖംറു വൽ മൈസിറു. അത് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത, ഞാൻ ചുരുക്കി പറയാൻ. അപ്പൊ അവൻ എന്റെ പുറകിൽ കട വന്ന് എന്നെ പിഴപ്പിക്കാൻ. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, നീ അള്ളാഹുവിനനുസരിച്ച് ജീവിച്ചാൽ ഈ ഭൂമിയിൽ സന്തോഷം ഉണ്ടാവില്ലെന്ന്. അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ അവനോട് പറഞ്ഞു, എന്റെ സന്തോഷം അള്ളാഹുവിലാണ്. നാല് സൈഡിലൂടെയും പിശാച് നമ്മളെ പിഴപ്പിക്കും. ഇതേപോലെ വരും. പിന്നെ പിശാച് നമ്മളെ പിഴപ്പിക്കാൻ വരാത്ത രണ്ട് സ്ഥലമുള്ളൂ. ഇതിലൂടെ ഒന്ന് മുകളിലൂടെ. ഇടത്തും വരും വലത്തും വരും, മുമ്പിൽ നിന്നും വരും പുറകിൽ നിന്ന് വരും. ഇബ്ലീസ് വരാത്ത രണ്ട് സ്ഥലമുള്ളൂ. ഒന്ന് മുകളിൽ നിന്ന്, പിന്നൊന്ന് താഴെ. അപ്പൊ അവൻ വരാത്ത സ്ഥലത്ത് പോയി നിൽക്കുക. അപ്പോ അവൻ താഴെ കൂടെ വരൂല എങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ താഴെ ഭൂമിയിൽ സുജൂദ് ചെയ്യുക. മുകളിൽ നിന്നും വരൂല, അപ്പൊ അങ്ങോട്ട് നോക്കി ദുആയും ചെയ്യുക. പിശാച് ഇൻഷാ അല്ലാഹ് നമ്മുടെ അടുക്കലേക്ക് വരൂല. ചെയ്തൂടെ? ഒന്ന് സുജൂദ്, പിന്നൊന്ന് ദുആ. അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റേക്ക്. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. ധാരാളം ആളുകൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് അങ്ങനെ തന്നെ നിൽക്കും. അവസാന സ്ത്രീകൾ പറ്റും. നമ്മുടെ അധികാരികൾ 10:30 വരെ ന്യൂ ഇയർ അടുത്ത വർഷം വേണ്ടെന്നാണ് എന്റെ തീരുമാനം.
ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് 7 മണിക്ക് തുടങ്ങി 10 മണിക്ക് അവസാനിക്കുന്ന രീതിയിലാവാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു സ്വീകരിക്കും. ആരും നിർത്താൻ സമ്മതിക്കണില്ല. ഇത് 15ാമത് പ്രഭാഷണമാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. നമ്മുടെ ലൈവിൽ ഏതാണ്ട് 7000-ഓളം ആളുകൾ ലൈവിൽ കാണുന്നുണ്ട്. വരാൻ പറ്റാത്തവര്, ഇതിനു വേണ്ടി സഹായിച്ചവർ. ഈ ന്യൂ ഇയറിന്റെ പ്രഭാഷണം 2.5 ലക്ഷത്തോ 3 ലക്ഷത്തോളം രൂപ ചെലവുണ്ട്. ഈ ചെലവ് പറഞ്ഞപ്പോ ഈ ന്യൂ ഇയറിന് ഏറ്റവും സഹായിച്ച ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട ഷാൻ സാഹിബ്. അദ്ദേഹത്തിന് എങ്ങനെ പറയണമെന്നറിയില്ല, ഒരു ഊന്നുവടി എന്ന് പറയാനേ പറ്റും. ഏത് സമയത്തും നമ്മൾ ഏത് കാര്യം ചെയ്താലും ആ സമയത്ത് നമ്മളെ സഹായിക്കുന്ന പ്രിയപ്പെട്ട ഷാൻ സാഹിബിന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതേപോലെ നമുക്ക് ആദ്യം തന്നെ ഇതിനു വേണ്ടി പൈസ തന്ന ഹസീന എന്ന സഹോദരി, ബഹുമാനപ്പെട്ട അള്ളാഹു എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകട്ടെ. നമ്മുടെ ഹൈദർ സാഹിബ്, അദ്ദേഹത്തിന്റെ മോളുടെ കല്യാണമാണ്, അള്ളാഹു ഇത് മനോഹരമാക്കി നടത്തി കൊടുക്കട്ടെ. അതേപോലെ നെഹൽ ബേക്കറിയുടെ റഫീഖ് സാഹിബ്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കുഞ്ഞു മുഹമ്മദ് പറപ്പൂർ, റാഫി ചാലിയം, ഇവരൊക്കെ ഇതിനു വേണ്ടി സഹായിച്ചവരാണ്. നമുക്ക് ദുആ ചെയ്യാം. അതോടൊപ്പം തന്നെ ധാരാളം പേര് ദുആ ചെയ്യാൻ. പ്രസവത്തോടെ ഇന്ന് മരണപ്പെട്ട സഹല എന്ന സഹോദരിക്കും കുഞ്ഞിനും വേണ്ടി ദുആ ചെയ്യാൻ. മുമ്പ് മരണപ്പെട്ടു പോയ ഇയാച്ചുകുട്ടി എന്ന സഹോദരി ഇതിനു വേണ്ടി സഹായിച്ച, നമുക്ക് ഇതിനു വേണ്ടി ഗ്രൗണ്ട് അനുഭവിച്ച നമ്മുടെ പ്രിയപ്പെട്ട സബാഹ് സാഹിബ്, അള്ളാഹു അദ്ദേഹത്തിനും കുടുംബത്തിനും എല്ലാവിധ സന്തോഷവും നൽകട്ടെ. എല്ലാവിധ പിന്തുണയും നൽകി. അവിടെ കുറ്റാളൂർ മഹലിന്റെ ഇമാമ്, സെക്രട്ടറി, മഹല്ല് ഭാരവാഹികൾ, ഈ മഹല്ലുകാർ, ഇവിടെ എത്തിയ വേങ്ങരക്കാർ, അകലെ നിന്നെത്തിയവർ, ഇതേപോലെ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഹംദാൻ ഫൗണ്ടേഷൻ 300ഓളം ഹാഫിളീങ്ങളുടെ സ്ഥാപനമാണ്. ഒരു ഹാഫിളിന് 40 പേരെ സ്വർഗത്തിലേക്ക് പാസ് ചെയ്യാവുന്നത്. നമ്മുടെ ഇത്ആം എന്നൊരു പദ്ധതിയുണ്ട്. ഒരു മാസം 18 ലക്ഷം രൂപയാണ് സ്ഥാപനം നടക്കാൻ. നമ്മുടെ സമ്പാദ്യത്തിൽ 100 ദിവസം ഒരു 100 രൂപ മാറ്റി വെക്കുക. 30 ദിവസമാകുമ്പോൾ 3000 രൂപയാവും. ഒരു ഹാഫിളിന്റെ ഒരു ദിവസത്തെ ഭക്ഷണത്തിന് 100 രൂപയാണ്. അത് ഒരു ദിവസം കടയടയ്ക്കുമ്പോൾ ഒരു 100 രൂപ മാറ്റി വെക്കുക. 30 ദിവസമാകുമ്പോൾ 3000 രൂപയാവും. എല്ലാ മാസവും അവസാന വ്യാഴാഴ്ച അസറിന് ശേഷം 100 ഖത്മുൽ ഖുർആൻ ഓതി ദുആ ചെയ്യുന്ന വലിയ മജ്ലിസിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യും. അതില് പങ്കാളികളാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സ്ലിപ്പ് തന്നിട്ടുണ്ട്. അത് പൂർത്തീകരിച്ച് അതിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ഇത്ആം എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്, ഞാനുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ്. അതിൽ ഇൻഷാ അല്ലാഹ് ഒരു ഹാഫിളിന് വേണ്ടി, നമ്മളോ നമ്മുടെ മക്കളോ ഹാഫിളായില്ല, ഒരു ദിവസത്തെ നമ്മുടെ അധ്വാനത്തിൽ നിന്ന് ഒരു 100 രൂപ വെച്ച് കൊടുത്താൽ കേരളത്തിലെ ഏറ്റവും വലിയൊരു ഹാഫിളീങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾക്കും പങ്കാളിയാവും. അള്ളാഹു സ്വീകരിക്കട്ടെ. സമയമേറെ വൈകി. നമ്മളിവിടെ വെച്ച് പ്രഖ്യാപിച്ച നമ്മുടെ ഹോളി ഖുർആൻ, ഹംദാൻ ഹോളി ഖുർആൻ, നേരത്തെ അനൗൺസ് ചെയ്ത ഒരു അന്താരാഷ്ട്ര ഖുർആൻ മത്സരം, അതിന്റെ 1ാം സമ്മാനം 3 ലക്ഷം രൂപയും 3 പവനുമാണ്. 2ാം സമ്മാനം 2 ലക്ഷം രൂപയും 2 പവനുമാണ്. 3ാം സമ്മാനം 1 ലക്ഷം രൂപ 1 പവനുമാണ്. ഹംദാൻ ഹാഫിളീങ്ങളുടെ ഒരു കളിത്തൊട്ടിലാണ്. ഏപ്രിൽ അവസാനം അതിന്റെ ഡേറ്റ് ഞാൻ അറിയിക്കും. ഇൻഷാ അല്ലാഹ് സമയത്ത് നിങ്ങൾ എല്ലാവരും വരണം. വരൂലേ? അതെന്ത് പരിപാടിയാണ്? ഇൻഷാ അല്ലാഹ് ഞാൻ എത്രയോ യാത്ര ചെയ്ത് ഇവിടെ വരുന്നു. ഒരു പ്രാവശ്യം അതിന്റെ സമാപന ദിവസം ഹാഫിളീങ്ങളുടെ മാത്രം സംഗമമുണ്ട്, ഹാഫിളത്തുകളുടെ മാത്രം സംഗമമുണ്ട്. അതോടൊപ്പം തന്നെ പ്രശസ്തരായി ഇന്ത്യയിലെ ഏറ്റവും നന്നായി ഖുർആൻ ഓതുന്ന ആളെ തെരഞ്ഞെടുക്കുന്ന മത്സരമാണ്. ആ മത്സരത്തിൽ ഖുർആൻ കേട്ട ആനന്ദലയത്തിൽ ഉള്ള ആറാടാൻ കഴിയുന്ന മത്സരം. ഇൻഷാ അല്ലാഹ് അന്ന് എല്ലാവരും അവിടത്തേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. അതിന്റെ ഡേറ്റ് പിന്നീട് ഇൻഷാ അല്ലാഹ് അറിയിക്കും. അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്. എല്ലാവരും ആമീൻ പറഞ്ഞോളി. നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവര് ഇരുന്നോണം. ആരും മയങ്ങിയൊന്നും വീഴരുത്. ഇടയ്ക്ക് കുട്ടികളെ പിടിച്ചുകൊണ്ട് നിൽക്കണവര്, സഹോദരിമാര്, രോഗമുള്ള ഉമ്മമാര്, വാർദ്ധക്യമുള്ളവർ, ബുദ്ധിമുട്ടുള്ളവർ ഇരുന്നോളി. നമ്മുടെ സമയം വളരെ കുറവാണ്. നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലി ദുആ ചെയ്യുന്നതാണ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ-ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാതിക്കൽ മുസ്തഖീം وعلى آله حق قدره ومقداره العظيم
അർഹമുർ റഹീമായ അല്ലാഹുവേ, പരമദയാലുവായ തമ്പുരാനെ, ഈ പാതിരാവിന്റെ നിശബ്ദതയിൽ ലോകം മുഴുവനും ആഭാസത്തിലും ആലസ്യത്തിലും ആമോദത്തിലും ആനന്ദത്തിലും ആഘോഷത്തിലും അതിർവരമ്പകൾ ലംഘിച്ചും അവർ ആഘോഷിച്ച് തിമിർക്കുമ്പോ നിന്റെ ഖുർആൻ ഓതി, നിന്റെ കലാമ് കേട്ട്, നിന്റെ ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലി, നിന്റെ മഹാന്മാരുടെ ജീവിതം കേട്ട് ഈ പാവങ്ങൾ ഈ സബാഹ് സ്ക്വയറിൽ ഒരുമിച്ച് കൂടുന്നു. പടച്ചവനെ അല്ലാഹുവേ, നാടിന്റെ നാനാഭാഗത്ത് നിന്നൊരു ചെറിയ ഒരു അറിയിപ്പ് കിട്ടിയപ്പോ തടിച്ചുകൂടി ഈ 10,000 ഈ പാപിയുടെ ദുആയ്ക്ക് വേണ്ടി വന്നതാണ്. ചോദിക്കാൻ ഞാൻ അർഹനല്ല റബ്ബേ. ഇന്നും ഇന്നലെയും ഒക്കെയായി വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഉസ്താദേ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയുമ്പോ അല്ലാഹുവേ, എനിക്ക് ഉറപ്പുണ്ട് ഞാൻ അതിന് യോഗ്യതയില്ല. അല്ലാ പടച്ചവനെ, ഈ പാവപ്പെട്ടവൻ ഇവരുടെ മുമ്പിൽ ചൊല്ലുമ്പോ ഈ കൂടിയ 10,000 എവിടെയെങ്കിലും നിനക്ക് ഇഷ്ടപ്പെട്ട സാലിഹീങ്ങൾ ഉണ്ടാകും റബ്ബേ, ഹാഫിളീങ്ങളുണ്ട് റബ്ബേ, ഒരു തെറ്റും ചെയ്യാത്ത കൊച്ചു കുഞ്ഞുങ്ങൾ ഈ സദസ്സിലുണ്ട് റബ്ബേ, വർഷങ്ങളായി നിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന വൃദ്ധന്മാരുണ്ടല്ലോ, തസ്ബീഹുമായി നിസ്കാരപ്പായിലിരുന്ന് ദുആയും തസ്ബീഹും ചെയ്യുന്ന 100 കണക്കിന് ഉമ്മമാർ ഈ സദസ്സിലുണ്ട് റബ്ബേ. ഈ ദുആയുടെ പ്രത്യേകത, ഈ സദസ്സിന്റെ പ്രത്യേകത അതാ. വർഷങ്ങളായി ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിന്മാരുണ്ട്, സദക്കകൾ ചെയ്ത് തന്റെ സമ്പത്ത് സദക്ക ചെയ്ത ധനാട്യന്മാരുണ്ട് റബ്ബേ. അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആകൾ നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ കബറിടം വിശാലമാക്കണേ അല്ലാ. ആ മണ്ണിൽ കിടക്കുന്നതിൽ ഞങ്ങളുടെ ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, കൂടെ പിറപ്പുകളുണ്ട്, സഹോദരങ്ങളുണ്ട്, അയൽപക്കക്കാരുണ്ട്, ഞങ്ങളുടെ കൂട്ടുകാരുണ്ട്, ഒന്നിച്ച് യാത്ര ചെയ്തവരുണ്ട്. പടച്ചവനെ, നീ അവരുടെ കബറിടം വിശാലമാക്കണേ അല്ലാ. 6 അടി മണ്ണിൽ ഞങ്ങളുടെ ഉപ്പമാരും ഉമ്മമാരും താലോലിച്ച് താരാട്ട് പാടിയ ഉമ്മ, പടച്ചവനെ നീ അവരെ മലക്കുകളുടെ താരാട്ട് കേൾപ്പിക്കണേ അല്ലാ. ഞങ്ങളുടെ ഉമ്മമാരും ഉപ്പമാരും സാധുക്കളാണ് റബ്ബേ, അവരെ നീ കബറിൽ പരീക്ഷിക്കല്ലേ അല്ലാ. ഒരു സങ്കടവും നൽകല്ലേ അല്ലാ, ഒരു പ്രയാസവും നൽകല്ലേ റഹ്മാനേ. അല്ലാഹുവേ, മാരകമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. ക്യാൻസർ ബാധിച്ചവർ, ബ്രെയിൻ ട്യൂമർ വന്നവർ, എത്ര ആളുകളാണ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുള്ളത്. ക്യാൻസർ എന്ന രോഗം ഇങ്ങനെ പാറിപ്പറന്ന് പടർന്നു പിടിക്കുമ്പോ അല്ലാഹുവേ, ഒരു കുഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 2.5 വയസ്സുള്ള കുഞ്ഞ് ആമാശയത്തിൽ ക്യാൻസർ വന്നിട്ട് മലമൂത്ര വിസർജനം പോലും ചെയ്യാൻ കഴിയാതെ പൊന്നുമോള് കിടന്ന് പിടയാണ് റബ്ബേ. പടച്ചവനെ, നീ നിന്റെ അടിമയോട് കരുണ കാണിക്കണേ അല്ലാ. ആ രോഗത്തിൽ ആരൊക്കെ സങ്കടപ്പെടുന്നു നീ അവർക്ക് ശിഫ നൽകണേ അല്ലാ. മാസാന്തം നടക്കുന്ന ജൽസത്തുൽ ഖുർആൻ മജ്ലിസില് ആമീൻ പറയാൻ വരുന്ന 100 കണക്കിന് ആളുകളുണ്ട്, ക്യാൻസർ രോഗികൾ, ദൂരെ നിന്ന് വരുന്നവർ. റബ്ബേ, നീ ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ, അല്ലാഹുവേ, ഡയാലിസിസ് ചെയ്യുന്നവർക്ക് തകരാറിലായ രോഗികളുണ്ട് റബ്ബേ. ചില ആളുകളും ഡയാലിസിസ് ചെയ്യുന്നവർ പറയും, ബാക്കവി സെന്ററിലെ ഡയാലിസിസിൽ ഞങ്ങൾക്കൊന്ന് റെക്കമെൻഡ് ചെയ്യുവോ? എങ്ങനെയാ റെക്കമെൻഡ് ചെയ്യുക? ഡയാലിസിസ് സെന്ററിൽ വേറൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ അവിടെ ഡയാലിസിസ് ചെയ്യുന്നൊരു രോഗി മരിച്ചാലേ പറ്റൂ. മരിക്കാതെ ഈ രോഗം മാറുകയില്ല. പടച്ചവനെ, അവനെ മരിപ്പിച്ചിട്ട് ഇവന് ബെഡ് കൊടുക്കണമെന്ന് എങ്ങനെ ദുആ ചെയ്യും? അല്ലാഹുവേ, കിഡ്നി തകരാറിലായി പോകുന്ന രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാ. ഡയാലിസിസ് ചെയ്യേണ്ട രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാ. ഞങ്ങളുടെ ശരീരത്തിലൂടെ ഒരു ദിവസം 3500-ലധികം പ്രാവശ്യം രക്തം ഇങ്ങനെ കറങ്ങുന്നുണ്ട്. നിന്റെ അനുഗ്രഹം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. കിഡ്നി ഒന്ന് ഫെയിലറായാൽ പിന്നെ അത് നടക്കില്ല റബ്ബേ. ഞങ്ങളെ ആ മാരക രോഗത്തിൽ നിന്ന് മരണം വരെ കാക്കണേ അല്ലാ. നിന്നോട് ഞങ്ങൾ താണുകയാണ് ചോദിക്കുന്നു റബ്ബേ, മരണം വരെ ക്യാൻസർ എന്ന രോഗത്തിൽ നിന്ന് അവ
അവയവങ്ങൾ തളർന്നു പോകുന്ന രോഗത്തിൽ നിന്ന്, മലമൂത്ര വിസർജനം ചെയ്യാൻ കഴിയാത്ത രോഗത്തിൽ നിന്ന് പടച്ചവനെ കാക്കണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്ന ഒരു സഹോദരി എപ്പോഴും എന്ന് പറഞ്ഞാൽ സഹായിക്കും. വർഷങ്ങൾക്ക് ശേഷം അവര് ഹംദാൻ കാണാൻ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ അവരുടെ വയറ്റിന്റെ ഉള്ളിൽ ക്യാൻസർ വന്ന് ആമാശയത്തിന്റെ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ ഒരു സഹോദരി. എരിവുള്ളൊരു ഭക്ഷണം കഴിക്കാൻ കഴിയില്ല ഉസ്താദേ. ഫ്രൂട്ട്സ് തന്നെ ശമാമും പഴവുമല്ലാതെ മറ്റൊരു ഭക്ഷണവും ഇല്ല. ഇച്ഛിക്കുന്ന ആഗ്രഹിക്കുന്നത് എന്തും കഴിക്കാൻ സമ്പത്ത് കയ്യിലുള്ളപ്പോഴും ഒരവയവത്തിന്റെ ഒരല്പഭാഗം മുറിച്ചു മാറ്റിയപ്പോ ഒരു ഭക്ഷണവും കഴിക്കാതിരിക്കുന്ന സഹോദരി നീ ശിവ നൽകണേ റബ്ബേ. ഞങ്ങൾ ഇങ്ങനെ വാരി വലിച്ചു തിന്നുമ്പോ നിന്നെ അനുഗ്രഹത്തെ ഞങ്ങൾ അറിഞ്ഞില്ല അല്ലാ. ഞങ്ങളുടെ അവയവങ്ങളെ നീ തളർന്നു പോകുന്നതിൽ നിന്ന് കാക്കണേ അല്ലാ. ഈ ആമീൻ പറയുന്നവരിൽ ധാരാളം രോഗികളുണ്ട്. ശിഫ നൽകണേ റഹ്മാനേ. കടബാധ്യതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. കടക്കാരായി മരിപ്പിക്കല്ലേ അല്ലാ. കച്ചവടം ചെയ്ത് കടം വന്നവർ, വീട് ജപ്തിയിലായവർ, പലിശക്കടത്തിൽ പെട്ടുപോയവർ, ഭർത്താവിന്റെ കടമോത്ത് ദുഃഖിക്കുന്നവർ, മക്കളുടെ കടങ്ങളിൽ പ്രയാസപ്പെടുന്നവർ, പടച്ചവനെ ഈ പാതിരാത്രിയിൽ നിന്നെ മലക്കുകളാമീ പറയുന്ന ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് കടങ്ങൾ വീടാൻ ഒരു വഴിയാ സാധുക്കൾക്ക് തുറന്നു കൊടുക്കണേ അല്ലാ. കൊറോണ വന്നിട്ട് ബിസിനസ് തകർന്ന് തരിപ്പണമായ സാധുക്കളുണ്ട്. നീ വരെ കരകയറ്റണേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ അപകടത്തിൽ നിന്ന് കാക്കണേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ജീവിക്കാൻ ഇത്രമേൽ പഠിപ്പിച്ച ഞങ്ങളുടെ മാതാപിതാക്കൾ അവരൊക്കെ രോഗത്തിലാണ് റബ്ബേ. നീ ശിവ നൽകണേ അല്ലാ. നീ ശിവ നൽകണേ അല്ലാ. അർഹമുറഹീമായ അല്ലാഹുവേ, നിന്റെ അടിമകൾ ഇങ്ങനെ ഒരു മൈതാനത്ത് ആയിരങ്ങൾ ഒരുമിച്ച് നിന്നെ നേരെ ഒരേപോലെ കണ്ണ് നിറഞ്ഞാമീ പറയുമ്പോ ഈ ദുആ സ്വീകരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് റബ്ബേ. പടച്ചവനെ, ഞങ്ങളുടെ കുടുംബത്തിലെ സന്തോഷം നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങളാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ പൊന്നുമക്കള് ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രതീക്ഷയാണ്. ഈ ആമീൻ പറയുന്ന ഓരോരുത്തരും ഇത്രമേൽ കഷ്ടപ്പെടുന്നത് മക്കൾക്ക് വേണ്ടിയാണ്. ഓരോ ഉമ്മയുടെയും മനസ്സും ജീവിതവും മക്കൾക്ക് വേണ്ടിയാണ്. പ്രതീക്ഷയോടെ ഞങ്ങൾ വളർത്തുന്ന മക്കളെ ഞങ്ങൾക്ക് കണ്ണീര് കുടിപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് പരീക്ഷണമാക്കല്ലേ അല്ലാ. പടച്ചവനെ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 950 വർഷം നിനക്ക് വേണ്ടി ദൈവത്തെ ചെയ്ത നൂഹ് നബിയെ നീ പരീക്ഷിച്ചതും മകനെ കൊണ്ടാണ് റബ്ബേ. നീ മക്കളെ കൊണ്ട് പരീക്ഷിക്കാൻ തീരുമാനിച്ചാൽ നൂഹ് നബിയെ പോലും നീ ഒഴിവാക്കിയിട്ടില്ല റബ്ബേ. ഞങ്ങളുടെ മക്കളെ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കളെ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കളെ ലഹരിയിൽ നിന്ന് കാക്കണേ റബ്ബേ. മദ്യത്തിൽ നിന്ന് കാക്കണേ റബ്ബേ. സോഷ്യൽ മീഡിയയുടെ പിഴവുകളിൽ നിന്ന് കാക്കണേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കളെ പടച്ചവനെ അറിയാതെ പോലും അബദ്ധത്തിൽ വീഴുന്നതിൽ നിന്ന് നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കൾ വഴിതെറ്റിപ്പോയാൽ ഞങ്ങൾ അറിയില്ല റബ്ബേ, പക്ഷെ നീ അറിയുമല്ലോ. രഹസ്യ പരസ്യങ്ങൾ അറിയുന്ന അല്ലാഹുവേ, നിന്നെ മലക്കുകളെ കൊണ്ട് കൈപിടിച്ച് ഞങ്ങളുടെ മക്കളെ തിരിച്ചു തരണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കള് കാരണത്താൽ മറ്റൊരാളുടെ മുമ്പിൽ തല കുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ വരുത്തല്ലേ അല്ലോ. പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ ഹാഫിളീങ്ങളാക്കണേ അല്ലോ, ആലിമീങ്ങളാക്കണേ അല്ലോ. പടച്ചവനെ, വേറൊന്നിനുമല്ല, സക്കറാത്തിന്റെ വേദനയിൽ കിടന്ന് പടയുമ്പോ ഞങ്ങളുടെ ചെവിയിൽ വന്ന് ഉപ്പാ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉമ്മാ വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഞങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തിയിരുന്ന് ഞങ്ങളുടെ ചെവിയിൽ കലിമ പറഞ്ഞു തരാൻ, ഞങ്ങൾ മരിച്ച് ശരീരം തണുത്തുറഞ്ഞ് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ഞങ്ങളെ എടുത്തുകൊണ്ട് പോകുമ്പോ കാണാതെ പഠിച്ച ഖുർആൻ ഓതിക്കൊണ്ട് ഞങ്ങളുടെ മയ്യത്ത് കട്ടിൽ ചുമക്കാൻ പള്ളിയുടെ മുമ്പിൽ കൊണ്ടുപോയി ഞങ്ങളെ മലത്ത് കിടത്തി. അല്ലാഹുവേ, ആ സമയത്ത് ഞങ്ങളുടെ പുറകിൽ നിന്ന് ഒന്നുവെടുത്ത് അല്ലാഹുവേ, ഇതെന്നെ ഹാഫിളാക്കി എന്റെ ഉപ്പയാണ്, എന്റെ ഉമ്മയാണ്. അല്ലാഹുമ്മഗ്ഫിർ ലഹാ വർഹംഹാ, എന്റെ പൊന്നുമ്മാക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ.
എന്ന് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് പള്ളിമുറ്റത്ത് കിടക്കുമ്പോ ഞങ്ങൾക്ക് വേണ്ടി കൽബടിഞ്ഞ് ദുആ ചെയ്യാൻ 6 അടി മണ്ണിൽ ഞങ്ങളെ വെച്ച് പാമ്പുകളും തേളുകളും പാഞ്ഞു വരുന്ന കബറിൽ മണ്ണിട്ട് മൂടി എല്ലാവരും പോയി ഞങ്ങൾ ആ കബറിന്റെ മണ്ണിന്റെ ഉള്ളിൽ ഒറ്റയ്ക്കാകുമ്പോ അല്ലാഹുവേ ഞങ്ങൾക്ക് വേണ്ടി യാസീൻ ഓതി ദുആ ചെയ്യാൻ ഇതെന്റെ ഉപ്പയാണ് ഉമ്മയാന്ന് പറഞ്ഞ് കബറിന്റെ ചാരത്തിരുന്ന് ഞങ്ങൾക്ക് ദുആ ചെയ്യുന്ന പൊന്നുമക്കളെ തരണേ റബ്ബേ, പൊന്നുമക്കളെ തരണേ റബ്ബേ, പൊന്നുമക്കളെ തരണേ റബ്ബേ. ഈ ആമീൻ പറയുന്ന ആയിരക്കണക്കിന് ഉമ്മമാർ സഹോദരിമാർ ജീവിതത്തിൽ എന്ത് പരീക്ഷണം റബ്ബ് തന്നാലും എന്റെ മക്കൾ വലുതാകുമ്പോ അതൊക്കെ മാറും, ഉമ്മാടെ കൽബിനൊരു സന്തോഷം കിട്ടുമെന്ന് കരുതി പാവങ്ങൾ വളർത്തുന്ന മക്കൾ, ആ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ആ നൊന്ത് പ്രസവിച്ച ഉമ്മമാരുടെ കൈ പിടിച്ച് ഉപ്പമാരുടെ കൈ പിടിച്ച് സ്വർഗത്തിലെത്തിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. പടച്ചവനെ അല്ലാഹുവേ, ഞങ്ങളുടെ പെൺമക്കളെ നീ മോശമായ പ്രണയത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്, വഴികേടിൽ നിന്ന് കാക്കണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഞങ്ങളുടെ വീട്ടിന്റെ ഉള്ളിലാക്കണേ റബ്ബേ. നീ തന്ന സന്തോഷവും സമാധാനവും മരണം വരെ നിലനിർത്തി തരണേ റഹ്മാനേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ഉയർച്ചകളിലും പതർച്ചകളിലും കൂടെ നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ അവർക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യമാർക്കൊരു രോഗം വന്നാൽ ഞങ്ങളുടെ വീടിന്റെ മേൽക്കൂര പോയി റബ്ബേ, ഞങ്ങളുടെ ഭാര്യമാർക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്. പടച്ചവനെ മരിക്കുന്ന നേരം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഉറക്കെ പറഞ്ഞ് മരിക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. സക്കറാത്തിന്റെ വേദനയിൽ പിടയുമ്പോ അസ്രായീൽ റൂഹ് പിടിക്കുമ്പോ കലിമ പറയാ ഞങ്ങളെ നാവ് പൊന്തിക്കുമ്പോ ഞങ്ങളുടെ നാവിനെ തളർത്തല്ലേ അല്ലാഹ്. ദുനിയാവിൽ 70,000 ദിക്റൊക്കെ ചെല്ലാറുണ്ട്, അതിന്റെ ബറക്കത്ത് കൊണ്ടും മരിക്കുന്ന നേരത്ത് ഒരു പ്രാവശ്യം പറയിപ്പിക്കണേ റബ്ബേ. മരിക്കുന്ന നേരത്ത് സ്വർഗം കണ്ട് മരിപ്പിക്കണേ അല്ലാഹ്. പടച്ചവനെ സ്വർഗം കണ്ട് മരിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആൾക്കൂട്ടം ഈ ആൾക്കൂട്ടമല്ല, കബീർ ബാക്കവി മരിക്കുന്ന ജനാസയുടെ പുറകിൽ നീ ഏറ്റവും വലിയ ആൾക്കൂട്ടത്തെ തരണ റബ്ബേ. ഞങ്ങളുടെ ഏറ്റവും വലിയ ജനക്കൂട്ടം ഞങ്ങളുടെ ജനാസ നിസ്കാരത്തിലാക്കണേ അല്ലാഹുവേ. നാടിന്റെ നാനാഭാഗത്ത് വന്ന ഈ സാധുക്കൾ ഇവർക്ക് വേണ്ടി എന്ത് ചോദിക്കണമെന്നറിയില്ല. പടച്ചവനെ, ഇത് ഖുർആനിനെ സ്നേഹിച്ച ഒരു ബന്ധമാണ്. 10-15 വർഷമായി വിനീതൻ ഈ നാടിന്റെ ഓരോ മൂലയിലും പറഞ്ഞത് ഖുർആനാണ്. ഈ ഖുർആന്റെ പേരിലുള്ള ഈ ബന്ധത്തെ മരണം വരെ നിലനിർത്തണേ അല്ലാഹ്. നാട്ടിലും നുരഞ്ഞു പൊന്തുന്ന കള്ളിന്റെ കുപ്പികളിൽ ന്യൂ ഇയർ ആഘോഷിക്കുമ്പോ ഈ യുവാക്കൾ വന്നത് ഖുർആനിനെ സ്നേഹിച്ചിട്ടാണ്. പടച്ചവനെ, യുവാക്കൾക്ക് നല്ല ഭാവി കൊടുക്കണേ അല്ലാഹുവേ, നല്ല ജോലി കൊടുക്കണേ അല്ലാഹുവേ. പടച്ചവനെ, ഞങ്ങളുടെ പ്രവാസികളുണ്ട്, ലൈവായി കാണുന്നവരുണ്ട്, അവർക്കെല്ലാം ഒരു നല്ല ജോലി കൊടുക്കണേ അല്ലാഹ്. വിവാഹം കഴിഞ്ഞും മക്കളില്ലാത്തവർ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് സന്താന സൗഭാഗ്യം ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നൽകണേ റഹ്മാനേ, നൽകണേ റഹ്മാനേ, നൽകണേ റഹ്മാനേ. ഹംദാനിലേക്ക് 6066 തന്നവരുണ്ട്, സ്വർണ്ണാഭരണം തന്നവരുണ്ട്, ഈ സദസ്സിനെ സഹായിച്ചവരുണ്ട്, അവരെ നീ സഹായിക്കണേ അല്ലാഹ്. ഇന്നിവിടെ നിന്ന് പിരിഞ്ഞിട്ട് ഞങ്ങൾ ഇനി കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ സ്വർഗത്തിന്റെ മുമ്പിൽ അർശിന്റെ തണലിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ഈ സദസ്സ് സംഘടിപ്പിക്കാൻ ഓടി നടന്ന വോയിസ് ഓഫ് കബീർ ബാക്കവിയുടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ രാപ്പകലില്ലാതെ ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ അവർ ഓടി നടന്നതാണ് റബ്ബേ. നീ ആ ചെറുപ്പക്കാർക്ക് അനുഗ്രഹം നൽകണേ അല്ലാഹ്. ആ കൂട്ടായ്മയെ നീ ഹക്കിന്റെ പാതയിൽ നിലനിർത്തി തരണേ അല്ലാഹ്. അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന അഡ്മിന്മാർ, അതിന്റെ മെമ്പർമാർ, പടച്ചവനെ, ഖുർആന്റെ ഒരു കൂട്ടായ്മയാണത്. നീ അതിനെ ഖുർആന്റെ ശഫാഅത്തോടെ സ്വർഗത്തിലെത്താൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്.
ഈ സദസ്സിനെ സഹായിച്ചവർ പ്രിയപ്പെട്ട ഷാൻ സാഹിബ് പറഞ്ഞ ഉടനെ ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞ് ജീവിതത്തിൽ എന്നും കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ട ഷാൻ സാഹിബ്, അല്ലാഹുവേ അദ്ദേഹത്തിന്റെ സ്വതക്ക സ്വീകരിക്കണേ അല്ലാ, അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ ബറക്കത്ത് നൽകണേ അല്ലാ, മാതാപിതാക്കളുടെ മഗ്ഫിറത്തിന് കാരണമാക്കണേ റബ്ബേ, മരണപ്പെട്ടു പോയ സഹോദരന്റെ കബറിടത്തിൽ എത്തിക്കണേ അല്ലാ, ഭാര്യ സന്താനങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ, ഹംദാനെന്നും തങ്ങായി തണലായി നിന്ന ആ സഹോദരനുമായുള്ള ബന്ധം നീ നിലനിർത്തണേ അല്ലാ, പ്രിയപ്പെട്ട ഇബ്രാഹിം ഹാജിയും കുടുംബവും നീ അനുഗ്രഹിക്കണേ റബ്ബേ, പുതുതായി തുടങ്ങുന്ന ബിസിനസ്സിൽ ബറക്കത്ത് നൽകണേ അല്ലാ, ഐശ്വര്യം പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, അല്ലാഹുവേ ഹൈദർ സാഹിബിന്റെ മകളുടെ കല്യാണം ഖൈറാക്കി നടത്തി കൊടുക്കണേ റഹ്മാനെ, ഇതിനു വേണ്ടി സദഖ ചെയ്ത മുഴുവൻ ആളുകളും നീ സ്വീകരിക്കണേ അല്ലാ, പടച്ചവനെ അല്ലാഹുവേ ഈ കൂട്ടായ്മയെ നീ നിലനിർത്തണേ അല്ലാ, ഈ സഹോദരിമാരുടെ ഭർത്താക്കന്മാര് എല്ലാവിധ ഖൈറാത്തുകളും നൽകണേ അല്ലാ, പടച്ചവനെ മുസ്ലിം ഉമ്മത്തിന്റെ ഞങ്ങളുടെ ഉസ്താദന്മാർ ഞങ്ങളുടെ സയ്യിദന്മാർ ആഫിയത്ത് നൽകണേ റബ്ബേ, ഞങ്ങളുടെ ഈ ഐക്യത്തെ നിലനിർത്തണേ അല്ലാ, നിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 17 മാസക്കാലം നെഞ്ചു തിരിച്ച് നമസ്കരിച്ച ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനത്തിന് പോരാടുന്ന ഫലസ്തീനിലെ ഞങ്ങളുടെ പാവങ്ങളെ കാത്തോളണേ റബ്ബേ, സ്വന്തം പൊന്നുമക്കളുടെ മയ്യത്തും കയ്യിൽ പിടിച്ച് മസ്ജിദുൽ അഖ്സയുടെ മുമ്പിൽ സുജൂദിൽ വീടുന്ന ഞങ്ങളുടെ ഫലസ്തീനിലെ ഉമ്മമാർ, ആ ഉമ്മമാർക്ക് സബർ നൽകണേ അല്ലാ, വെടിയുണ്ടകളേറ്റ് പിടഞ്ഞു വീടുന്ന മക്കളുടെ മയ്യത്ത് കഫൻ തുണി പൊതിഞ്ഞിട്ട് മോനെ നിന്നെ ഞാൻ സ്വർഗത്തിൽ കാണാം മുത്തേ എന്ന് പറഞ്ഞ് തണുത്തുറഞ്ഞ നെറ്റിയിൽ മുത്തം കൊടുത്തു പൊന്നുമക്കളെ കബറടക്കുന്ന ഫലസ്തീനിലെ ഉമ്മമാർക്ക് നീ സബർ നൽകണേ അല്ലാ, ആ പൊന്നുമക്കളെ സ്വർഗത്തിൽ കൊടുക്കണേ അല്ലാ.